عليكم ورحمة الله وبركاته. الحمد لله رب العالمين، حمدا طيبا مباركا كثيرا فيه. الحمد لله على كل حال، ونعوذ بك من حال أهل النار. اللهم صل وسلم على رسولنا ونبينا وسيدنا وحبيبنا وشفيعنا محمد المصطفى صلى الله عليه وسلم، وعلى أزواجه وذريته وآله وصحبه أجمعين، ومن تبعهم بإحسان إلى يوم الدين. اللهم صل وسلم على أشرف الأنبياء والمرسلين. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة ضلالة، وكل ضلالة في النار. يا أيها الإخوان والأخوات، أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഇൻഷാഅല്ലാഹ് അല്ലാഹു അനുഗ്രഹിച്ചാൽ ഈ വരുന്ന ജനുവരി 2017 ജനുവരി 22-ാം തീയതി ജമാഅത്തെ ഇസ്ലാമിയുടെ പാലക്കാട് ജില്ലാ സമ്മേളനം പാലക്കാട് വെച്ചുകൊണ്ട് നടക്കും. ആ സമ്മേളനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതിനും ക്ഷണിക്കുന്നതിനും സമ്മേളനത്തിൻ്റെ സന്ദേശമായ പ്രമേയമായ ഇസ്ലാം സന്തുലിതമാണ് എന്ന വിഷയം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നതിനും ഒറ്റപ്പാലം ഏരിയ സംഘടിപ്പിച്ചിട്ടുള്ള അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന പരിപാടിയിലാണ് നമ്മൾ പങ്കെടുത്ത് കൊണ്ടിരിക്കുന്നത്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ഒറ്റപ്പാലം ഏരിയ പ്രസിഡന്റ് സഹോദരൻ നൗഷാദ് മുഹീദ്ദീൻ, ഈ പരിപാടിയുടെ ഉദ്ഘാടനം കുറിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ ജില്ലാ പ്രസിഡന്റ് ബഹുമാന്യനായ അബ്ദുൽ ഹക്കീം സാഹിബ് അവറുകൾ, വേദിയിലിരിക്കുന്ന GIO, സോളിഡാരിറ്റി SIO, മറ്റു ഭാരവാഹികളെ, അതിനേക്കാളുപരി ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, കരുണാവാരിധിയായ നാഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം ഒരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇതിൻ്റെയൊക്കെ നല്ല ഫലങ്ങൾ ഇഹലോകത്തും പരലോകത്തും കൈവശപ്പെടുത്താനും അല്ലാഹുവേ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു സംഘടനയല്ല. മറ്റൊരു സംഘടനക്കുമില്ലാത്ത ഒരു ജനിതക ഭാഗ്യം ജന്മസിദ്ധമായി ലഭിച്ചിട്ടുള്ള അപൂർവ പ്രസ്ഥാനങ്ങളിലൊന്നാണ് ജമാഅത്തെ ഇസ്ലാമി. രൂപീകരിക്കപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ ഒരു വാർദ്ധക്യവുമില്ലാതെ ലോകത്തെ വലിയ പ്രസ്ഥാനങ്ങളും സംഘങ്ങളും സംഘടനകളും സംവിധാനങ്ങളുമൊക്കെ 75, 50, 100 വർഷം പിന്നിടുമ്പോൾ വാർദ്ധക്യത്തിൻ്റെ തളർച്ചയും
അതിൻ്റെ തകർച്ചയും തിരിച്ചുപോക്കുമൊക്കെ ആരംഭിക്കുന്ന ചരിത്രമാണ് വർത്തമാനകാലത്തും കഴിഞ്ഞ കാലത്തുമൊക്കെ ഏത് രംഗത്തുമുള്ള പ്രസ്ഥാനങ്ങളെ, സംഘടനകളെ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുക. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അതിൻ്റെ ശൈശവാവസ്ഥ പോലും അത് പിന്നിട്ടിട്ടില്ല. 75 വർഷം എന്ന് പറയുന്നത് അതിൻ്റെ ആയുസ്സിലെ വളരെ ചെറിയ ഭാഗം മാത്രമാണ്. 90% അതിൻ്റെ ദൗത്യങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും ഇനിയും ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും ഇസ്ലാമിക സമൂഹത്തിനും മനുഷ്യ സമൂഹത്തിനും ഇന്ത്യൻ സമൂഹത്തിൻ്റെയും മുമ്പിൽ നിർവഹിക്കാൻ ധാരാളം ഉത്തരവാദിത്തങ്ങളുമായി കൊണ്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രസ്ഥാനം അതിൻ്റെ ദൗത്യത്തിലെ 90% നിർവഹിച്ചു കഴിഞ്ഞാൽ അത് ചരമമടയാൻ സമയമായി എന്നാണ് അർത്ഥം. ചരിത്രപരമായും സാമൂഹികപരമായും അതിന് ദൗത്യങ്ങൾ ഉണ്ടാവില്ല, അതിന് പ്രസക്തി ഉണ്ടാവില്ല. വീട്ടിലൊക്കെ നമ്മൾ നമ്മുടെ കാരണവന്മാരെ ഉള്ളതുപോലെ തന്നെ അത് മനുഷ്യരായതുകൊണ്ട് അവരോടുള്ള കടപ്പാടുകളും അവരോടുള്ള ബാധ്യതകളും മറ്റൊരർത്ഥത്തിൽ നമ്മൾ നിർവഹിക്കും. എങ്കിൽ പോലും വയസ്സായൊരു ഉമ്മ, വയസ്സായൊരു ഉപ്പ എന്ന് പറയുന്നത് എല്ലാം തീർന്നിരിക്കുന്നു. ഇനി അവർ മരണത്തെ മാത്രം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവർക്കൊന്നും പ്രത്യേകമായി ഇനി നിർവഹിക്കാനില്ല. അവരുടെ അതിനുള്ള ശേഷിയും സംവിധാനങ്ങളുമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഉള്ള സമയത്ത് സ്വന്തം നിലപാടുകളുമായി ബന്ധപ്പെട്ട ചില സംഗതികളെ അങ്ങനെ ഓർമ്മയും ആരോഗ്യവും ഉണ്ടെങ്കിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറം സ്വന്തം വീട്ടിലെ ഒരു ചുമതല പോലും നിർവഹിക്കാൻ ചിലപ്പോൾ അവർക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഇത് തന്നെയാണ് ലോകത്ത് വലിയ പ്രസ്ഥാനങ്ങളും സംഘടനകളുമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും. ക്യാപിറ്റലിസം ആവട്ടെ, കമ്മ്യൂണിസം ആവട്ടെ, നാഷണലിസം ആവട്ടെ, അങ്ങനെ രൂപപ്പെട്ടിട്ടുള്ള പ്രസ്ഥാനങ്ങൾ മുതൽ മതങ്ങൾ, മതപ്രസ്ഥാനങ്ങൾ, മതസമൂഹങ്ങൾ, അതിൻ്റെ തന്നെ ഉള്ളിലുള്ള ധാരാളം സംഘടനകൾ, എല്ലാറ്റിനെയും നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഏതാണ് അവരുടെ സ്പേസ്? എന്താണ് അവർക്ക് ഇവിടെ നിർവഹിക്കാനുള്ള ദൗത്യം? എന്താണ് അവർ അവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്? അവർ അവകാശപ്പെട്ടതും അവർ പ്രഖ്യാപിച്ചതും അവർ പ്രയോഗിച്ചതുമായ ആശയങ്ങളുടെയും പ്രയോഗങ്ങളുടെയും വർത്തമാനകാലത്തുള്ള പ്രസക്തി എന്താണ്? ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, അതേസമയം ജമാഅത്തെ ഇസ്ലാമി ധാരാളം പറയാനിരിക്കുന്നു, ധാരാളം പറയേണ്ടിയിരിക്കുന്നു. പറയാതിരിക്കാൻ നിർവാഹമില്ലാത്ത ആനുകാലിക സാഹചര്യങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. കാലവും സമൂഹവും അവസ്ഥകളും സാഹചര്യങ്ങളും നിർബന്ധിതമായി നമ്മുടെ ദൗത്യത്തെയും നമ്മുടെ ചുമതലകളെയും നമ്മുടെ ബാധ്യതകളെയും നിർബന്ധിതമായി നമ്മളെ നടപ്പിലാക്കാൻ പിന്നിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, മറുഭാഗത്ത് 10-75 വർഷം മുമ്പ് രൂപപ്പെട്ട ഈ പ്രസ്ഥാനവും അതിൻ്റെ സ്ഥാപക നേതാക്കന്മാരും, ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് മൗലാന മൗദൂദിയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. മൗലാന മൗദൂദി എന്നെല്ലാം ഉണ്ടാക്കി 75ഓളം ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ കൂടിയ കൂട്ടത്തിൽ തന്നെ മൗദൂദിയൊക്കെ സമശീർഷരായവരും അദ്ദേഹത്തിനേക്കാൾ കടാകടിയന്മാരും ഒക്കെ ആ പണ്ഡിത സമൂഹത്തിലുണ്ടായിരുന്നു. ആരോ എവിടെയോ ജമാഅത്തെ ഇസ്ലാമി മൗദൂദി ഉണ്ടാക്കി എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരു പ്രചരണം ചിലപ്പോൾ അതിന്റെ പ്രവർത്തകരും അല്ലാത്തവരും അതങ്ങനെ അങ്ങോട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. മൗദൂദി സാഹിബ് അല്ല പ്രസ്ഥാനം ഉണ്ടാക്കിയത്, അദ്ദേഹം മുൻകൈ എടുത്തിട്ടുണ്ട്. അത്തരം ഒരു ആശയത്തെയും അത്തരം ഒരു രീതിശാസ്ത്രത്തെയും അത്തരം ഒരു നിലപാടിനെയും സമകാലികരായ സമൂഹത്തിന്റെയും അന്ന് ജീവിച്ചിരുന്ന വലിയ പണ്ഡിതന്മാരുടെയും സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ നായകന്മാരുടെയും ഒക്കെ മുമ്പിൽ സയ്യിദ് അബുൽ അല മൗദൂദി റഹിമഹുല്ല മുമ്പിൽ വെച്ചിട്ടുണ്ട്. മൗദൂദി ഭാഗ്യം ചെയ്ത വ്യക്തിത്വമാണ്. പല പണ്ഡിതന്മാരും പല സംഘടനകളും
എഴുത്തുകൊണ്ടും ലേഖനങ്ങൾ കൊണ്ടും നയപ്രഖ്യാപനങ്ങൾ കൊണ്ടും പരിപാടി അവസാനിപ്പിച്ചപ്പോൾ അത്യന്തം ധൈര്യത്തോടുകൂടി, അസാമാന്യമായ ചങ്കൂറ്റത്തോടുകൂടി, അപൂർവമായ ധീരത പ്രകടിപ്പിച്ചുകൊണ്ട്, ചിലപ്പോൾ ഇന്ന് സംഘടനയുണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര വലിയ പണിയല്ല, എനിക്കുണ്ടാക്കാം, നിങ്ങൾ ആരും ചോദിക്കില്ല. ഹക്കീം നദവിക്ക് പുതിയൊരു സംഘടനയ്ക്ക് വേണമെങ്കിൽ രൂപപ്പെടുത്താം. നിങ്ങൾ ആരാ പറയാ? ദൈവമായിട്ട് ചമഞ്ഞാൽ പോലും ഒരാൾ ഒരു ലൈസൻസോ അതിനൊന്നും ആവശ്യമില്ല. ഞാനിനിപ്പോ ഇവിടെ ദൈവമാണെന്ന് പറയാ. ഹിന്ദു എതിർക്കൂ, മുസ്ലിം എതിർക്കൂ, ക്രിസ്ത്യാനി എതിർക്കൂ, കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും BJP-ക്കാരും എതിർക്കൂ, ആരും വരില്ല. അത്രമാത്രം സൗകര്യപ്രദമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു മാനേജ്മെന്റ് പവറും പ്രവർത്തന രീതിയുടെ ഒരു മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ഭൗതിക സംവിധാനമാണ്. കാശുണ്ടായാൽ മതി, എന്തും കൊണ്ട് നടക്കാം. അതാണ് വർത്തമാനകാലം. പൈസ മാത്രമാണ് മുഖ്യം. ഇനി 2000 വരാൻ പോണത്. 500ഉം 1000 കൊണ്ട് കള്ളനോട്ട് പെരുകുന്നു എന്ന് പറഞ്ഞ നമ്മുടെ പ്രധാനമന്ത്രി കള്ളനോട്ടിൽ മുക്കിക്കളയാൻ പറ്റുന്ന വണ്ണം ഇനി 2000 രൂപ ഇറക്കി തരാൻ പോവുക. ചിരിക്കല്ലാതെ വഴിയൊന്നുമില്ല. സഹവദിപ്പിച്ചതുകൊണ്ടും സങ്കടപ്പെട്ടതുകൊണ്ടും കാര്യമില്ലാത്ത വണ്ണമുള്ള നെറികേടുകളാണ് ഭരണകൂടത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 700 രൂപ പോക്കറ്റിലുള്ള പാവം പിടിച്ച ദിവസക്കൂലി കിട്ടിയവൻ മറ്റന്നാ രാവിലെ ഓട്ടോറിക്ഷ എടുത്തിട്ട് ആദ്യം റോട്ടിലേക്ക് വരണം. റോട്ടിൽ നിന്ന് പിന്നെ ബാംഗ്ലൂരിലേക്ക് അങ്ങാടിക്ക് ബസ് കയറിയിട്ട് പോകണം. ഓന്റെ ഒരു ദിവസം അര ദിവസത്തെ കൂലി 500 രൂപ ഒന്ന് ചില്ലറായി കിട്ടണമല്ലോ. 500 രൂപ ചില്ലറയായി കിട്ടണമെങ്കിൽ 100 രൂപ ചിലവാക്കുകയും അവന്റെ ഒരു ദിവസത്തെ പണിക്കൂലി ഒഴിവാക്കുകയും ചെയ്യേണ്ട അത്രമാത്രം മനുഷ്യപ്പറ്റുള്ള, അത്രമാത്രം സ്നേഹനിർഭരമായ, അത്രമാത്രം മൂല്യനിർഭരമായ, അണികളോടും മനുഷ്യരോടും അസാമാന്യമായ സ്നേഹം പുലർത്തുന്ന ഭരണകൂടങ്ങൾ നമുക്കുണ്ടായിരിക്കുന്നു എന്നുള്ളത് അപൂർവ ഭാഗ്യമായിട്ട് കാണുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഞാനതിനെ വില കുറച്ച് പറയാനും മറ്റൊരു രീതിയിലേക്ക് കൈകാര്യം ചെയ്യാനും ഞാൻ ആഗ്രഹിക്കണില്ല. എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ജനതയെ മുഴുവൻ ആട്ടിൻകൂട്ടത്തെ തെളിക്കുന്നത് പോലെ വിഡ്ഢീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രസ്ഥാനങ്ങളെയും സംഘടനകളെയും സംവിധാനങ്ങളെയും ഒക്കെ നോക്കുകുത്തിയാക്കി ആർക്കൊക്കെയോ വേണ്ടി അതിഭീകരൻ കപട നയനിലപാടുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ജനതയെയും അതിന്റെ സംവിധാനങ്ങളെയും അകത്തുനിന്ന് തുരന്ന് നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഇവർ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആ ഭാഗം അവിടെ വെച്ചു. പറഞ്ഞു വന്നത് ജമാഅത്തെ ഇസ്ലാമി, ആ സയ്യിദ് അബ്ദുൽ മൗദൂദി ഇന്ന് ഏറ്റവും മാർക്കറ്റുള്ള വ്യക്തിത്വമാണ്. മലയാള പത്രങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. ജാതി മതഭേദമില്ലാതെ പത്രങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. കേരളത്തിൽ ഇറങ്ങുന്ന സാംസ്കാരിക പ്രസിദ്ധീകരണങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. ഇന്ത്യയിൽ തന്നെയുള്ള ധാരാളം പ്രസിദ്ധീകരണങ്ങൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അപൂർവമായ ഒരു ഭാഗ്യം ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. മതസംഘടനകളെ കുറിച്ചൊന്നും, രാഷ്ട്രീയ സംഘടനകളെ കുറിച്ചൊന്നും പറയാറില്ല. അപൂർവമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിലപാടുകൾ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതിന്റെ അപ്പുറം ഒരു മതസംഘടന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കുറിച്ച് കാര്യമായ ഒരു വർത്തമാനവും പറയില്ല. അതുപോലെ തന്നെ മതേതര പ്രസ്ഥാനങ്ങൾ മതസംഘടനകളെ കുറിച്ചും ഒന്നും പറയാറില്ല. സാംസ്കാരിക സാമൂഹിക പ്രസിദ്ധീകരണങ്ങളിലൊന്നും വളരെ വിപുലമായ ചർച്ചാ സംവാദങ്ങളിലേക്ക് ഒരിക്കലും മതസംഘടനകൾ മതേതര സംഘടനകളെയോ മതേതര സംഘടനകൾ മതസംഘടനകളെയോ എടുക്കാറില്ല. അതേസമയം നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി എടുത്ത് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. അത് രൂപപ്പെട്ട് പുറത്തു വന്ന 1-ാം തീയതി മുതൽ ഈ നിമിഷം വരെ വർത്തമാനകാല കേരളത്തിന്റെ മതവേദികളിലും രാഷ്ട്രീയ വേദികളിലും പ്രസിദ്ധീകരണ വേദികളിലും വളരെ സജീവമായി ഇസ്ലാമിക പ്രസ്ഥാനം നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ആരുടെയെങ്കിലും മുമ്പിൽ പുതിയതായിട്ട് അവതരിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ഗതികേട് നമുക്കുണ്ടാവില്ല. ഇങ്ങനെ ഒരു സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നല്ലൊരു ശതമാനവും നെഗറ്റീവ് ആവാം. അതങ്ങനെയാവണം. അതാണ് ചരിത്രത്തിലെ ഗതി, അതാണ് ചരിത്രത്തിന്റെ ശരി. എല്ലാം നമ്മളെക്കുറിച്ച് നമ്മളെ പൂമാലയിട്ട് സ്വീകരിച്ച് നമുക്ക് പരവതാനി വിരിച്ച് നമ്മളെ എല്ലാവരും സ്വീകരിച്ച് ഷാർജ ഷെയ്ഖും ബർഗറും അതുപോലെ തന്നെ മറ്റ് കുഴിമന്തിയൊക്കെ വിളമ്പിത്തന്ന് നമ്മളെ കൊണ്ടുപോയി പൂമാലയിട്ട് സ്വീകരിച്ച് ഇരുത്തിയാലാണ് നമ്മൾ പേടിക്കേണ്ടത്. ചരിത്രത്തിൽ ഇത് സംഭവിച്ചിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി ഒരു കസേര ആരും അങ്ങനെ നിഷ്കളങ്കമായി ഒഴിച്ചുവിട്ടിട്ടില്ല. ഇതും ചരിത്രത്തിലെ ഒരു നിയോഗമാണ്.
ചരിത്രത്തിൽ പ്രവാചകന്മാരെ ഫറോവ മൂസാ പ്രവാചകനെ സ്വീകരിച്ചിട്ടില്ല അലൈഹിസ്സലാത്തു വസ്സലാം. ശ്രീകൃഷ്ണനെ കംസൻ സ്വീകരിച്ചിട്ടില്ല, രാവണൻ രാമനെ സ്വീകരിച്ചിട്ടില്ല, ബുദ്ധനെയും ജൈനനെയും അതത് കാലഘട്ടത്തിലെ മത നേതൃത്വങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളും സാമ്പത്തിക നേതൃത്വങ്ങളും സ്വീകരിച്ചിട്ടില്ല. മഹാനായ ഇബ്രാഹിം പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അദ്ദേഹത്തിന്റെ പിതാവ് പോലും സ്വീകരിച്ചിട്ടില്ല. പിന്നെയല്ലേ ഭരണകൂടം, കുടുംബം തന്നെ തള്ളി തകർത്ത പുറത്തിട്ടവനെ പിന്നെ ഭരണകൂടം എന്ത് ന്യായമാണ് വിതക്കാൻ പോകുന്നത്? ആസർ സ്വീകരിച്ചിട്ടില്ല, നമ്രൂദ് സ്വീകരിച്ചിട്ടില്ല, ഹാമാനും കാറൂനും സൈനിക ഭീകരതയും കോർപ്പറേറ്റ് ഭീകരതയും ഒരിക്കലും മൂസാ പ്രവാചകനെ സ്വീകരിച്ചിട്ടില്ല. അബൂലഹബ് സ്വീകരിച്ചിട്ടില്ല. സ്വന്തം കുടുംബത്തിൽ പിതൃവ്യനായ അബൂലഹബ് പഠിക്കാൻ സൗകര്യമുള്ള ഒരു സൂറത്ത് എന്നുള്ളതിന്റെ അപ്പുറം വർത്തമാനകാലത്തെ ഇസ്ലാമിക സമൂഹത്തിന്റെ ആഭ്യന്തര സംഭവങ്ങളുമായി അപൂർവ ബന്ധമുള്ള ആ സൂറത്തുകളിൽ ഒന്നാണ് അബൂലഹബിന്റെ ഈ സൂറത്തു ലഹബ്. എന്താ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? പ്രവാചകനെ അകത്ത് നിന്ന് കൈകാര്യം ചെയ്ത ശത്രുവായിരുന്നു മിസ്റ്റർ അബീ ലഹബ്. അന്നത്തെ കുടുംബ ബന്ധങ്ങളുടെ, അന്നത്തെ ഗോത്രബന്ധങ്ങളുടെ, അന്നത്തെ മാനുഷിക ബന്ധങ്ങളുടെ, അന്നത്തെ സാമൂഹികപരമായ അവർ നിലനിർത്തിയിരുന്ന സ്വാഭാവിക നീതി, അവരെങ്കിലും അവരുടേതായ താല്പര്യത്തിന് നിലനിർത്തിയിരുന്ന നീതിയുടെയും ധർമ്മത്തിന്റെയും ഒക്കെ നിലപാടുകളെ അകത്തുനിന്ന് ആ പടിയടച്ച് പിണ്ടം വെച്ച വ്യക്തിത്വമായിരുന്നു മിസ്റ്റർ അബൂലഹബ്. വർത്തമാനകാലത്തെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ, ഇസ്ലാമിക രാഷ്ട്രങ്ങളെ, ഇസ്ലാമിക സംഘടനകളെ, അവരുമായി ബന്ധപ്പെട്ട നിലപാടുകളെ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ. അവരേറ്റവും രൂക്ഷമായി പ്രതികരിക്കുന്നത് അബൂലഹബായിരുന്നു. അകത്തുനിന്ന് ഏറ്റവും രൂക്ഷമായി സ്വന്തം പ്രവാചകനെ കർക്കശമായിട്ട് കൈകാര്യം ചെയ്തത്. മുഹമ്മദ്, മുടിയട്ടടോ നീ, നശിക്കട്ടടോ നീ. മീഡിയയിൽ പത്രസമ്മേളനം നടത്തുന്നു, അവരന്ന് ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു, അവരത് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു, സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട് മിസസ് ഹിന്ദ്. അവിടെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് മീഡിയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം കൂടിയാണ്. ഹമ്മാലത്തുൽ ഹതബ്, വിറക് ചുമട്ടുകാരിയായ പെണ്ണ്. ഹിന്ദ് വൈകുന്നേരം രാവിലെ മലയിൽ പോയി വൈകുന്നേരം വിറകിട്ട് തിരിച്ചു വന്ന് നാട്ടുകാർക്ക് വിറക് വിറ്റിയിരുന്ന പെണ്ണൊന്നുമല്ല. ഉത്തുബയുടെ മകളാണവൾ. സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ, വൈജ്ഞാനിക കഴിവുണ്ടായിരുന്ന ഉത്തുബയുടെ മകളായിരുന്നു മിസസ് ഹിന്ദ്. ആ ഹിന്ദ് അബൂ സുഫിയാൻ, ഈ അബൂലഹബിന്റെ ഉമ്മു ജമീല എന്ന് പറയുന്ന പെണ്ണായിരുന്നു. ആ പെണ്ണിന്റെ പണി എന്തായിരുന്നു? അള്ളാഹുവിന്റെ പ്രവാചകനെ പച്ചയായി തെറി പറഞ്ഞുകൊണ്ട് ആരോപണങ്ങളും ദുരാരോപണങ്ങളും കുലുസിത പ്രവർത്തനങ്ങളും ഒക്കെ പ്രവാചകനിൽ ആരോപിച്ച് വർത്തമാനകാലത്ത് ഇസ്ലാമിക് ഫോബിയ പരത്തുന്നത് പോലെ, ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ അപകടകരമായി തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ മിസ്സസ് ഉമ്മുലഹബ്, ഈ ഹമ്മാലത്തുൽ ഹതബ്, വിറക് ചുമട്ടുകാരിയായ പെണ്ണ് എല്ലാ വീട്ടിലും കൊണ്ടുപോയി, എല്ലാ കുടുംബങ്ങളിലും കൊണ്ടുപോയി, മക്കയുടെ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്തുള്ള സകല വീടുകളിലും കയറിയിറങ്ങി അള്ളാഹുവിന്റെ പ്രവാചകനെ നിലംപരിശാക്കാൻ ഏറ്റവും സജീവമായി രംഗത്തുണ്ടായിരുന്നത് ഈ അബൂലഹബായിരുന്നു. എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, അബൂലഹബിന്റെ ദൗത്യമേറ്റെടുക്കാൻ ഒരു മുസ്ലിം സംഘടനയും രംഗത്ത് വരാൻ പാടില്ല. ഇവിടെ അപകടകരമായ സാഹചര്യങ്ങളുണ്ട്. അബൂലഹബുമാരെയെല്ലാം നമ്മൾ അന്വേഷിക്കുന്നത്. മറുഭാഗത്ത് ഖുർആനിൽ സൂറത്ത് യൂസുഫുമുണ്ട്. നല്ല ഒരു ഭാഗമാണത്. ഒരു പ്രവാചകന്റെ ചരിത്രം ഒരൊറ്റ അധ്യായത്തിൽ വിശദീകരിച്ചത് ആ സൂറത്തിൽ മാത്രമാണ്. സൂറ യൂസുഫ്. യൂസുഫിന്റെ ചരിത്രത്തിൽ, അദ്ദേഹത്തിന്റെ സഹോദരന്മാരുടെ ചരിത്രത്തിൽ നിങ്ങൾക്ക് വലിയ പാഠങ്ങളുണ്ട്. നിങ്ങൾക്ക് വലിയ പാഠങ്ങളുണ്ട്. ആരാണ് സദ്ദാമിനെ കുരുക്കിയത്? ആരാണ് സദ്ദാമിനെ കുരുക്കിയത്? ആരാണ് ഇറാഖിനോട് യുദ്ധം ചെയ്തത്? ആരാണ് ഇറാനോട് യുദ്ധം ചെയ്തത്? ആരാണ് അഫ്ഗാനിസ്ഥാനെ കുരുക്കിയത്? ഇന്ന് മിഡിൽ ഈസ്റ്റിനെ മുഴുവൻ കുരുക്കിയത് ആരാ? അതിനുവേണ്ടിയുള്ള അണ്ടർഗ്രൗണ്ട് സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തത് ആരാ? മഹാനായ പ്രവാചകൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വന്തം സഹോദരന്മാർ കൊണ്ടുപോയി കിണറ്റിലിട്ടതുപോലെ സ്വന്തം സഹോദരന്മാരാ ആ പ്രവാചകനെതിരെ തിരിഞ്ഞത് എന്നതുപോലെ ഇത് ഇസ്ലാമിക സമൂഹത്തിനുള്ള വലിയ പാഠമാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ അകത്തലങ്ങളിലെ പ്രസ്ഥാനങ്ങളെയും അതിന്റെ സംവിധാനങ്ങളെയും അപകടകരമായ പകയുടെയും വിദ്വേഷത്തിന്റെയും അസൂയയുടെയും മറവിലോ ഒളിവിലോ നിന്നുകൊണ്ട് അബൂലഹബിന്റെയും അതുപോലെ തന്നെ യൂസുഫിന്റെ സഹോദരന്മാരുടെയും ദൗത്യമല്ല നമ്മൾക്ക് നിർവഹിക്കാനുള്ളത്. കിണറ്റിലെറിയുന്നതിന് പകരം
നശിക്കട്ടെ എന്ന് പറയുന്നതിന് പകരം വളരാനും വികസിക്കാനും പരുവമുള്ളതാണെങ്കിൽ, രൂപപ്പെടാനും നിലനിൽക്കാനും അർഹതയുള്ളതാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് പോലെ അവർക്ക് നിങ്ങളിൽ നിന്നൊരു വിഭാഗം ഉണ്ടാകട്ടെ. സത്യം പറയുന്നവർ, നന്മ കൽപ്പിക്കുന്നവർ, തിന്മ വിരോധിക്കുന്നവർ, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവർ, അങ്ങനെ ഒരു വിഭാഗമെങ്കിലും ഉണ്ടാവട്ടെ. ആ ഒരു അർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം എല്ലാ സംഘടനകൾക്കും നൽകുന്നതിന് പകരം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനവും ആ പ്രസ്ഥാനം പ്രതിനിധീകരിക്കുന്ന നിലപാടുകളെയും വക്രീകരിച്ചും വളച്ചുകെട്ടിയും അതിനെ പകുതി അറുത്തുമുറിച്ചുമൊക്കെ വർത്തമാനകാലത്ത് നിലനിൽക്കാനുള്ള ന്യായങ്ങൾക്ക് വേണ്ടി അപകടകരമായ ശൈലിയിലും സ്വഭാവത്തിലും ഇന്ന് പകർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വർത്തമാനകാല മുസ്ലിം ലോകത്തിന്റെ സംഘടനാ സംവിധാനങ്ങൾക്കോ അതിന്റെ അന്താരാഷ്ട്ര രാഷ്ട്ര സംവിധാനങ്ങൾക്കോ ഒരിക്കലും ഗുണകരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു അർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെയും വിശകലനങ്ങൾക്ക് വിധേയമാക്കാറുണ്ട്. എങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചല്ലോ, ആ ചതിക്കുടിയിൽ വീടാൻ ജമാഅത്തെ ഇസ്ലാമി ആളല്ല. ഒരു സംഘടന പോയിട്ട് ഒരു മനുഷ്യനെ തന്നെയും വെറുതെ ആരോപിക്കാനും ആക്ഷേപിക്കാനും പരിഹസിക്കാനും ഒരു ന്യായങ്ങളുമില്ലല്ലോ. പരിശുദ്ധ ഖുർആൻ അത് അനുവദിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചിട്ടില്ല. യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖറു ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉൻ മിൻ നിസാഇൻ അസാ യകുന്ന ഖൈറൻ മിൻഹുന്ന വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ് ബിഇസൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത്, വ്യക്തിയെ പരിഹസിക്കരുത് എന്നല്ല ഖുർആൻ പറഞ്ഞത്. ഒരു വ്യക്തിയെ പരിഹസിക്കുന്നതിനെ കുറിച്ചല്ല. ഇന്ത്യയെ പാകിസ്ഥാൻ പരിഹസിക്കരുത്, പാകിസ്ഥാനെ അന്യായമായിട്ട് ഇന്ത്യ പരിഹസിക്കരുത്, കോൺഗ്രസിനെ കമ്മ്യൂണിസ്റ്റുകാരൻ വെറുതെ പരിഹസിക്കരുത്, കാര്യത്തിനും പരിഹസിക്കരുത്. കാര്യങ്ങൾ പറയാം, വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാം. കളിയാക്കരുത്, കൊച്ചാക്കരുത്. ഇസ്ലാമിക ഉമ്മത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും വലിയ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന് പരിഹസിക്കാൻ പാടില്ല, കൊച്ചാക്കാൻ പാടില്ല, നിങ്ങൾ ചീത്തപ്പേരിട്ടിട്ട് വിളിക്കാൻ പാടില്ല, കള്ളപ്പേരുകളും കള്ളിപ്പേരുകളും ഇട്ട് പ്രയോഗിക്കാൻ പാടില്ല. അതൊക്കെ എത്ര മോശപ്പെട്ട സമീപനമാണ്. അതിലൊക്കെ എവിടെയാണ് ഈമാനുള്ളത്? സൂറത്തുൽ ഹുജറാത്തിൽ ഖുർആൻ വളരെ ഖണ്ഡിതമായി നമ്മളോട് ചോദിക്കുമ്പോൾ അത്തരം ഒരു രംഗത്തും ഒരു പ്രയോഗത്തിലും ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് വല്ലാതെ കാണാൻ കഴിയും. ഗതിമുട്ടുമ്പോൾ ചില സമയത്തൊക്കെ വല്ലതൊക്കെ എങ്കിൽ പോലും ജമാഅത്തെ ഇസ്ലാമിക്ക് ഏറെ അരോചകമായ വളരെ വളരെ പ്രയാസമുള്ള വളരെ കടിച്ചിറക്കിക്കൊണ്ട് മാത്രം വളരെ അപൂർവമായി മാത്രം എങ്കിൽ പോലും ഞാൻ പറയുന്നത് ഇതെല്ലാ ലോകത്ത് സംഭവിക്കേണ്ടത്. എന്നിട്ട് പോലും ജമാഅത്തെ ഇസ്ലാമി 75 വർഷം കഴിഞ്ഞിട്ടും വളരെ വിപുലമായ ചർച്ചകളിലേക്കും സംവാദങ്ങളിലേക്കും ആ സാമൂഹിക മണ്ഡലങ്ങളിലേക്കും കടന്നു വരുന്നുവെങ്കിൽ ഇതിനെ അതിജീവിക്കാനുള്ള കരുത്തുണ്ട്, മുന്നോട്ട് പോകാനുള്ള യോഗ്യതയുണ്ട്. വർത്തമാനകാലത്ത് അഭിമുഖീകരിക്കാനും അഭിസംബോധന ചെയ്യാനും അതിജീവിക്കാനുമുള്ള അസാമാന്യമായ ഊർജം സ്വന്തം പ്രയോഗമണ്ഡലത്തിൽ ആവാഹിച്ചു വെച്ചിട്ടുള്ള ലോകത്തെ അപൂർവ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രയോഗങ്ങളെയും അതിന്റെ നിലപാടുകളെയും അതിന്റെ വർത്തമാനകാലത്തെ സാഹചര്യങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ജമാഅത്തെ ഇസ്ലാമിക്ക് മാത്രമായിട്ടൊരു പ്രശ്നം ഇന്ന് ലോകത്തില്ല. ഇതുള്ളത് എല്ലാ പ്രവാചകന്മാരുടെയും പ്രസ്ഥാനങ്ങൾ, പ്രവാചകന്മാരുടെ പ്രസ്ഥാനങ്ങളുടെ ഇപ്പൊ പറഞ്ഞു വന്നത് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ 75 വർഷം പൂർത്തീകരിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജമാഅത്തെ ഇസ്ലാമി അതിന്റെ ജില്ലാ സമ്മേളനങ്ങൾ നടത്തുന്നു. ഇസ്ലാം സന്തുലിതമാണ് എന്ന വലിയ ഒരു വിഷയത്തെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെയും കേരളത്തിലെ സഹോദര സമുദായങ്ങളുടെയും മുമ്പിൽ ജമാഅത്തെ ഇസ്ലാമി സമർപ്പിക്കുന്നു. എന്താ ഇതിങ്ങനെ ചെയ്യാനുള്ള കാരണം? ഇങ്ങനെ ഒരു വിഷയം ചർച്ചക്കെടുക്കാനുള്ള കാരണം എന്താണ്? നമ്മൾ ലോകത്തെ ശരിക്കൊരു പരിശോധനയ്ക്ക് വിധേയമാക്കണം. എന്താണ് ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? പല തെറ്റിദ്ധാരണകളിലും ഞാനും നിങ്ങളൊക്കെ പെട്ടുപോയിട്ടുണ്ട്. അതിന് പറ്റുന്ന രീതിയിലാണ് നേരത്തെ പറഞ്ഞ മീഡിയ സംവിധാനങ്ങളൊക്കെ ഉള്ളത്. അവരുടെ പ്രചരണങ്ങൾ, അവരുടെ അവതരണങ്ങൾ, അവരെ കൈകാര്യം ചെയ്യുന്ന പ്രശ്നങ്ങൾ, വിഷയങ്ങൾ എല്ലാം ദൈവികമാണ്, മാനവികമാണ്, ധാർമ്മികമാണ്, മൂല്യപരമാണ്, സാമൂഹികമാണ്, ജനാധിപത്യപരമാണ് എന്നൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. മാധ്യമങ്ങൾക്ക് കൃത്യമായ അജണ്ടയുണ്ട്. മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് മാധ്യമങ്ങളല്ല,
അതിനേക്കാൾ വലിയ ഭീകരന്മാർ അതിന്റെ പിന്നിലുണ്ട്. നിങ്ങൾ ലോകത്തെ ശരിക്കൊന്നെടുത്ത് പരിശോധിച്ചു നോക്കൂ. നമ്മളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക. അവിടെ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആരാ വരികയെന്ന് അറിയില്ല. രണ്ട് വന്നാലും ഒന്നും സംഭവിക്കാൻ പോടില്ല. ഒന്ന് രാജവെമ്പാലയാണ്, മറ്റൊന്ന് അണലിയാണ്. ഒന്ന് കുറുക്കനാണ്, ഒന്ന് കുറുനരിയാണ്. ഒന്ന് പുലിയാണ്, ഒന്ന് കടുവയാണ്. അതിന്റെ അപ്പുറത്തൊക്കെ മൗലികമായ അതിലപ്പുറമുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പറയേണ്ടത് വേറെ ചിലതൊക്കെയാ. പക്ഷെ നമ്മുടെ ശൈലിയും ഗുണവും അതിന് സമ്മതിക്കണില്ല. വ്യക്തിപരമായിട്ട് ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് ട്രംപ് പ്രസിഡന്റ് ആവണമെന്നാ. കാരണം അയാളിൽ ഒരു കംസനുണ്ട്, അയാളിൽ ഒരു രാവണനുണ്ട്, അയാളൊരു ഫറോവയെ പ്രതിനിധീകരിക്കാൻ പറ്റിയവനാ. ചരിത്രത്തിൽ നമ്രോദിന്റെയും അബൂലഹബിന്റെയും അബൂജഹലിന്റെയും ഹാമാന്റെയും കാറോന്റെയും ഒക്കെ പ്രതീകമാകാൻ പറ്റിയ സകല അമേരിക്ക ഇന്ന് വരെ ലോകത്തിനോട് അങ്ങനെയാ ചെയ്തത്. കംസന്റെ പണിയെ അമേരിക്ക ചെയ്തിട്ടുള്ളൂ. അബൂലഹബിന്റെയും അബൂജഹലിന്റെയും പണിയെ ചെയ്തിട്ടുള്ളൂ. ചരിത്രത്തിൽ അമേരിക്ക ഒരിക്കലും ശ്രീകൃഷ്ണനായിട്ടില്ല, മുഹമ്മദ് നബി ആയിട്ടില്ല, ഈസാ നബി ആയിട്ടില്ല, മൂസാ നബി ആയിട്ടില്ല, ബുദ്ധനോ ജൈനനോ ആയിട്ടില്ല, മഹാത്മാഗാന്ധിയും മാർക്സ് പോലും ആയിട്ടില്ല. അതുകൊണ്ട് അമേരിക്ക എന്താവണമെന്നുള്ളത് മാധ്യമങ്ങളിലൂടെ അവരെ സൃഷ്ടിച്ചെടുത്ത കോർപ്പറേറ്റ് സാമ്പത്തിക സൈനിക സായുധ സാംസ്കാരിക ഭീകരതയുടെ ഭാഗമായി എന്റെയും നിങ്ങളുടെയും മുകളിൽ മുഹമ്മദ് നബിയേക്കാൾ, ശ്രീകൃഷ്ണനേക്കാൾ, അതുപോലെ തന്നെ യേശുവിനേക്കാൾ, ദൈവത്തെക്കാൾ, ഈശ്വരനേക്കാൾ വർത്തമാനകാല പ്രസക്തിയുള്ള വിഷയമെന്താ? അമേരിക്കയുടെ ഇലക്ഷനാണ്. എന്താണ് ഈ ട്രംപും ഹിലാരിയും കൂടി അവിടെ പറഞ്ഞൊപ്പിച്ചിട്ടുള്ളത്? ആരെയും അയാൾക്ക് കണ്ടെടുത്ത് കണ്ടുകൂടാ. ഹിസ്പാനികൾ, ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വന്നവർ എന്ന് പറഞ്ഞാൽ മെക്സിക്കോ, കൊളംബിയ, പെറു, ചിലി തുടങ്ങുന്ന ലാറ്റിൻ അമേരിക്കൻ ദേശങ്ങളിൽ നിന്ന് വന്നവർ. അവർ അമേരിക്കയുടെ യൂറോപ്പിന്റെ ആ വലിയ വംശീയ വിശുദ്ധിക്ക് ചേർന്നവരല്ല. കറുത്തവർ അടിമപ്പണിയെടുക്കാൻ വേണ്ടി ആഫ്രിക്കയിൽ നിന്ന് കപ്പൽ കയറ്റിക്കൊണ്ടുപോയ നിഗർ, മുഹമ്മദ് അലി ക്ലേ മുതൽ ബറാക് ഒബാമയിലടക്കം എത്തി നിൽക്കുന്ന ആ വലിയ ആഫ്രിക്കൻ വംശജരുടെ പാരമ്പര്യം കറുപ്പിനെ കണ്ടുകൂടാ മിസ്റ്റർ ട്രംപിന്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മുസ്ലിങ്ങളെ കണ്ടുകൂടാ, മുസ്ലിങ്ങളെ കണ്ടുകൂടാ. അങ്ങനെ ആരെയും കണ്ടുകൂടാത്ത ഒരു അസുരവിത്ത്, അപകടകാരിയായ അസുരവിത്ത് ജനാധിപത്യത്തിന്റെ മറവിൽ അധികാരത്തിലെത്താൻ പോവുകയാണ്. ഇതാണോ നമ്മൾ ആഗ്രഹിക്കുന്ന ജനാധിപത്യം? 33% വോട്ട് നേടിയ സംഘപരിവാർ BJP ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. വെട്ടോട്ടമാടാൻ കയ്യിലുള്ള പണമടക്കം അവനെ ഒന്നുമല്ലാതാക്കി മാറ്റി നാട് ഖണ്ഡിക്കാൻ തീരുമാനിച്ച വളരെ മലീമസമായ നിലപാടുകൾ, ഒട്ടും രാഷ്ട്രീയമില്ലാത്ത പ്രവർത്തനങ്ങൾ മാത്രം നടത്തി. ഇതൊക്കെ UP ഇലക്ഷനെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഞാൻ അതിലേക്ക് ഇപ്പൊ കടന്നു പോടില്ല, വിഷയം അതിലങ്ങോട്ട് പോവും. ഈ കാശ് പിടുത്തമടക്കം UP ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ വലിയ അജണ്ടകൾ ഇതിന്റെ പിന്നിലുണ്ട്. ഇത് അവിടെ തീരുന്നതൊന്നുമല്ല. ഇവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇവർ ചെയ്യേണ്ട പണി എന്താ? കള്ളവോട്ടടിക്കുന്നവരെ പിടിക്കണം. ജനങ്ങളെയല്ല പിടിക്കേണ്ടത്, അവരെയല്ല തെരുവിലേക്ക് വലിച്ചടിച്ച് കൊണ്ടുവരേണ്ടത്. അധികാരമില്ലാത്ത, രാഷ്ട്രീയം നടത്താൻ കെൽപ്പില്ലാത്ത ഒരു കള്ളപ്പാൽ കണക്കാരനെയും ഹവാലക്കാരനെയും പിടികൂടാൻ ചങ്കൂറ്റമില്ലാത്ത, അധികാരമില്ലാത്ത ഗവൺമെന്റ് പാവപ്പെട്ട ജനങ്ങളുടെ ചങ്കിന് പിടിച്ചിട്ട് അവന്റെ കയ്യിലുള്ള 500 രൂപ ചിലവഴിക്കാൻ 3 ദിവസം കഴിഞ്ഞിട്ട് ബാങ്ക് തോറും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് തോറും തെണ്ടി നടക്കാൻ വിടുന്ന ഒരു ഭരണകൂടം എന്ന് പറയുന്നത് അധികാരമുള്ള രാഷ്ട്രീയത്തിന്റെ പ്രതീകമല്ല, മറിച്ച് അകത്തളങ്ങളിൽ അധോലോക പൊളിറ്റിക്സ് കളിക്കുന്നതിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ത്യയാണ് ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം. ഇവിടെ പവരാണുള്ളത്. ബാക്കി രാഷ്ട്രങ്ങൾ എടുത്തു. ഞാൻ പറഞ്ഞത് മുഹമ്മദ് നബി ഒന്നുമല്ല നാട് ഭരിക്കണത്, മുഹമ്മദ് നബി ഒന്നുമല്ല നാട് ഭരിക്കണത്, ജീസസ് ക്രൈസ്റ്റും അല്ല, മോശ പ്രവാചകനോ അബ്രഹാം പ്രവാചകനോ അല്ല, ബുദ്ധനും ജൈനനും രാമനും കൃഷ്ണനുമല്ല, മഹാത്മാഗാന്ധിജിയും അതുപോലെ തന്നെ മാർക്സ് പോലുമല്ല. ജനാധിപത്യവും സെക്യുലറിസവും സോഷ്യലിസവും എന്ന് നമ്മൾ പറയുന്നു. എവിടെയാണ് അതുള്ളത്? അമേരിക്ക ചരിത്രത്തിൽ ജനാധിപത്യത്തെ എങ്ങനെ പ്രയോഗവൽക്കരിച്ചു? അതിന്റെ ജയിലുകളിൽ ഉള്ളത് മുഴുവൻ കറുത്ത വംശജര. ഇന്ത്യയിലെ ജയിലുകളിൽ ഉള്ളത് മുഴുവൻ ന്യൂനപക്ഷങ്ങളും ദലിതുകളുമാണ്. വെടിവെക്കപ്പെടുന്നതും ചത്തുവീഴുന്നതുമൊക്കെ ദലിതുകളും ന്യൂനപക്ഷങ്ങളുമാണ്. വേറെ ആർക്കും ഒന്നും സംഭവിക്കണില്ലേ ഒരു നാട്ടിൽ? എന്താണ് ഈ പറയുന്നതിലെ ജനാധിപത്യം? എന്താണ് അതിലെ സോഷ്യലിസം? എന്താണ് അതിലെ ഫെഡറലിസം എന്ന് പറയുന്നത്? ഒന്നുമില്ല. ചരിത്രത്തിൽ അതൊന്നും പ്രയോഗിക്കാൻ അവർ സന്നദ്ധമായിട്ടില്ല. യൂറോപ്പും അമേരിക്കയും ഒക്കെ അത് പറഞ്ഞിട്ട് ജനാധിപത്യവും സെക്യുലറിസവും സോഷ്യലിസവും ഉണ്ട്. വളരെ മനോഹരമായ ആശയങ്ങള്. നമ്മൾ അതിനെ കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതിയില്ല എന്ന് മാത്രമല്ല, അത് നിലനിൽക്കണം. പക്ഷേ ചരിത്രത്തിൽ അതിനെ പ്രതിനിധീകരിച്ചവർ മുഹമ്മദ് നബി ആയിരുന്നു, യേശുവായിരുന്നു, ഈസാ പ്രവാചകരായിരുന്നു, മോശ പ്രവാചകനായിരുന്നു, അബ്രഹാമും അതുപോലെ തന്നെ ചരിത്രത്തിൽ രാമനും കൃഷ്ണനും ബുദ്ധനും ജൈനനും ഒക്കെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സെക്യുലറിസ്റ്റുകൾ. അല്ല നവാസ് ഷരീഫ് അല്ല,
ഒബാമയല്ല, അതുപോലെ തന്നെ ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും ഭരണാധികാരികളല്ല. നരേന്ദ്രമോദിയെ പോലും അതിലെണ്ണാൻ പറ്റുമോ എന്ന് നമ്മൾ പരിശോധിക്കണം. ആരാണ് ചരിത്രത്തിലെ ഏറ്റവും നല്ല സെക്യുലറിസ്റ്റുകൾ, ഏറ്റവും നല്ല ജനാധിപത്യവാദികൾ, ഏറ്റവും നല്ല സാമൂഹികവാദികൾ ആരായിരുന്നു? ഒരു സംശയം നിങ്ങൾ വെക്കേണ്ടതില്ല. ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളെ പരിഗണിക്കുന്ന, ജനങ്ങളുടെ അവസ്ഥകളെ ജനാധിപത്യപരമായി കൈകാര്യം ചെയ്യുന്ന ഏറ്റവും നല്ല ഭരണകൂടങ്ങൾക്ക്. അതൊക്കെ ആരായിരുന്നു ചരിത്രത്തിൽ? മുഹമ്മദ് മുസ്തഫ. ഖുർആനൊക്കെ വിളിച്ചതന്നെ യാ യുഹന്നാസ്. അതിലപ്പുറം ജനാധിപത്യത്തിന്റെ പ്രഖ്യാപനം ആവശ്യമില്ലല്ലോ. ഡെമോക്രസി, യാ യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഹേ മനുഷ്യരെ. മത, ജാതി, വർഗ, സമുദായ, സംഘടനാ താല്പര്യങ്ങൾക്കപ്പുറം മനുഷ്യരെ മുഴുവൻ ഒന്നായി കാണാൻ കഴിയുന്ന വലിയ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ലോകത്തെ മുഴുവൻ ജനതയെയും, അമേരിക്കയിലും ഓസ്ട്രേലിയയിലുമുള്ള, ആഫ്രിക്കയിലും അതുപോലെ തന്നെ ഇന്ത്യയിലും ഇറാഖിലും ഇന്തോനേഷ്യയിലുമുള്ള ലോകത്തങ്കോളം ഇങ്ങോളം മനുഷ്യരെ മുഴുവൻ യാ യുഹന്നാസ് അങ്ങനെയല്ലേ വിളിച്ചിട്ടുള്ളത്. ഇതന്നെയല്ലേ ജനാധിപത്യം. എന്നിട്ട് പിന്നെ ബാക്കി വിശദീകരണങ്ങൾ അതിലേക്ക് നമ്മളിപ്പോ കടന്നു പോകേണ്ട കാര്യമില്ല. ഖുർആൻ ജനാധിപത്യപരമാണ്. ഹുദൽ ലിന്നാസ്, പ്രവാചകൻ ജനങ്ങൾക്ക് വേണ്ടിയാണ്. കാഫത്തൽ ലിന്നാസ്, പള്ളി ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. ഖിയാമത്തൽ ലിന്നാസ്, ഇന്ന അവ്വല ബൈത്തി മുദഅ ലിന്നാസ്, ആരാധനാ കേന്ദ്രങ്ങൾ മനുഷ്യന് വേണ്ടിയാവണം. അപ്പറഞ്ഞതിന്റെ അർത്ഥത്തോടെ പ്രാർത്ഥന നടത്തുമ്പോൾ എല്ലാരും കൂടി വരിക എന്നുള്ള അർത്ഥത്തിലല്ല. ആ പള്ളി പ്രതിനിധീകരിക്കുന്ന നിലപാടുകൾ ജാതിപരമാവരുത്, വംശീയപരമാവരുത്, വർഗീയപരമാവരുത്, സാമുദായികമാവരുത്. ആരാധനാ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് ജനാധിപത്യപരവും മാനവികവും മൂല്യപരവുമായ നിലപാടുകളും സമീപനങ്ങളും ഒക്കെ ആവണം. അവസാനം മുസ്ലിം സമുദായത്തിനെ കുറിച്ചും ഖുർആൻ അങ്ങനെയാ പറഞ്ഞത്. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ് വലൗ ആമന അഹ്ലുൽ കിതാബി ലകാന ഖൈറൻ ലഹും. നിങ്ങളൊരു ഉത്തമ സമുദായമാണ്. സുന്നികൾ സുന്നികൾക്ക് വേണ്ടി, എപിക്ക് വേണ്ടി, മുജാഹിദിന് വേണ്ടി, അതിലെ ആ ഗ്രൂപ്പിന് വേണ്ടി, ഈ ഗ്രൂപ്പിന് വേണ്ടി, മറ്റേ ഗ്രൂപ്പിന് വേണ്ടി, ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് വേണ്ടി. അങ്ങനെയല്ലല്ലോ ഖുർആൻ പറഞ്ഞത്. മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്ന് പോലും മുസ്ലിം സമുദായത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടില്ല. ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ്, മൊത്തം മനുഷ്യർക്ക് വേണ്ടി. ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മനുഷ്യരുടെ അവകാശങ്ങളെ കുറിച്ച് സംവദിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, മൂല്യപരമായ നിലപാടുകളെ പ്രതിനിധീകരിക്കുന്ന, ദൈവികപരവും പ്രകൃതിപരവുമായ സത്യങ്ങളെ, മൂല്യങ്ങളെ പ്രയോഗവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജനകീയ സംഘമായിട്ട് നിങ്ങൾ മാറണം. വർത്തമാനകാലത്ത് അങ്ങനെ എത്ര മുസ്ലിം സംഘടനകളുണ്ട്, എത്ര മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട് എന്നൊക്കെ നന്നായിട്ട് പരിശോധിക്കപ്പെടേണ്ടതാ. ഇന്നീ ജാഇലക ലിന്നാസി ഇമാമ, ഇബ്രാഹിം പ്രവാചകനെ കുറിച്ച് ഖുർആൻ പറയുന്നു. ജനങ്ങളുടെ ഇമാമാക്കിയിരിക്കും. നമ്മൾ സുന്നിന്റെ ഇമാമ്, മുജാഹിദിന്റെ ഇമാമ്, തബ്ലീഗിന്റെ ഇമാമ്, ജമാഅത്തെ ഇസ്ലാമിന്റെ ഇമാമ്, ഇങ്ങനെയൊക്കെയുള്ള ഇമാമിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം നബിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞ ഞാൻ സുന്നികളെ ഇമാമാക്കിയിരിക്കുന്നു, അതിലെ ഇന്ന വിഭാഗത്തിന്റെ ഇമാമാക്കിയിരിക്കുന്നു. മനസ്സിലാവാനാട്ടോ പറയുന്നത്. എന്റെ സഹോദരന്മാർ, ഒരിക്കലും എന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യരുത്. ഒരു സംഘടനയോട് ഒരു ദേഷ്യവും നമുക്കില്ല. ഒക്കെ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. അതിന്റെ വൈവിധ്യങ്ങളെ പ്രതിനിധീകരിച്ചു കൊണ്ടിരിക്കുന്നവരാ. അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മാന്യമായിട്ട് ഒരുമിച്ചിരുന്നു കൊണ്ട് ചർച്ച ചെയ്യുകയും ഗുണകാംക്ഷാപരമായിട്ട് നമുക്ക് പങ്കുവെക്കാവുന്നതുമാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ മാത്രമേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. അതല്ലാതെ ഒരു സംഘടനയെ വില കുറച്ച് കാണിക്കാൻ വേണ്ടി പറയുന്ന വർത്തമാനമല്ല ഇത്. ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളുടെ ഇമാമാണ്. ഇന്ന് ജനങ്ങളുടെ ഇമാം ആരാ? മിസ്റ്റർ ഒബാമ, ഇനി വരാനിരിക്കുന്ന മിസ്റ്റർ ട്രംപ്, അല്ലെങ്കിൽ മിസ്റ്റർ ഹിലരി. അല്ലാതെ ആരാ? ഒരു മുസ്ലിം സംഘടനക്ക് അതിന്റെ പരിമിതമായ സംഘടനാ വൃത്തത്തിലെ ഇമാമത്തുണ്ട്. അത് തന്നെ പള്ളിയിലെ നിസ്കാരത്തിന്റെ ഇമാമത്തുണ്ട് എന്നുള്ളതിന്റെ അപ്പുറം ഒരു രാജ്യത്തെ, ഒരു മനുഷ്യന്റെ, ലോകത്തുള്ള ഒരു പ്രദേശത്തെ മുഴുവൻ മനുഷ്യരുടെയും നിലപാടുകളെ മുന്നിൽ നിന്നുകൊണ്ട് പ്രതിനിധീകരിക്കാൻ കഴിവുള്ള എത്ര ഇമാമുമാർ മുസ്ലിം ലോകത്തുണ്ട് എന്ന്. ഇമാം എന്ന് പറഞ്ഞാൽ മുന്നിൽ നിൽക്കുന്നവെന്നാ, പള്ളി നിസ്കരിക്കാൻ നിൽക്കാന്നുള്ള അർത്ഥത്തിലല്ല. അതെന്ന് ബംഗാളിൽ നിന്ന് വരും, ഒറീസയിൽ നിന്നും വരും. ഓർക്ക് ഖുർആൻ മാത്രമേ അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. അതുകൊണ്ട് നമ്മളെ രക്ഷപ്പെട്ട് നമുക്ക് സന്തോഷം, വേറെ ഒന്നും പറയില്ല. കാണാതെ ഓതാൻ മാത്രം അറിയും. എല്ലാ ഇമാമാരൊന്നും ഇപ്പൊ അതാണല്ലോ. ഞാൻ അവരെയും കുറ്റം പറയില്ലട്ടോ, അൽഹംദുലില്ലാ. അതെങ്കിലും അത് നടക്കട്ടെ. അതിന്റെ അപ്പുറത്തേക്ക്, കാരണം നമ്മളെ വേറെ എന്തിനു പൈസ ചെലവാക്കിയാലോ അതിന് കൊടുത്തുകൂടാതെ മുസ്ലിം സംഘടന മുസ്ലിം സമൂഹം തീരുമാനിച്ചിട്ടുണ്ട്. എത്ര പണം വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ദൂർത്തടിക്കാം. അതേസമയം പള്ളി, അതിന്റെ സംവിധാനങ്ങൾ, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട മേഖലകളിൽ ഇപ്പോഴും അതിന്റെ ഗംഭീരമായ എടുപ്പുകളും അതുപോലെ തന്നെ അതിന്റെ സ്വാഭാവികമല്ലാത്ത രീതിയിലുള്ള സാമ്പത്തിക അതുകൊണ്ട് ദുആ സമ്മേളനം നടക്കണം, അതുകൊണ്ട് സലാത്ത് വാർഷികം നടക്കണം. ഇമാമിനും ഖതീബിനും വാഅത്തിനും ഒക്കെ പൈസ ഒത്ത് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ വല്ല പരിപാടികളുമൊക്കെ സംഘടിപ്പിക്കണം. മാന്യമായിട്ട് അവരുടെ അവകാശം എന്ന രീതിയിൽ അവരെ അന്തസ്സോടുകൂടി സംരക്ഷിക്കാൻ കഴിയുന്ന വളരെ മാന്യതയുള്ള ഒരു സാമ്പത്തിക വിതരണ ഒരു സ്റ്റൈൽ
അതുമായി ബന്ധപ്പെട്ട രീതികൾ ഇത്രയുണ്ട്. അതുകൊണ്ടായി ഇമാമുമാരെ മലയാളികൾ വല്ലാതെ താല്പര്യപ്പെടണമെന്നില്ല, പുറത്തുനിന്ന് വരുമോ. ഞാൻ ആ ചർച്ചയിലേക്ക് കൂടുതൽ പോടില്ല, സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു എന്നുള്ള നമ്മളൊക്കെപ്പെട്ട കളിക്കൂടിയാണത്. ഇമാമ് ബംഗാളിലും ജാർഖണ്ഡിലും ഒഡീഷയിലും ഒരു വിപ്ലവവും നടത്താൻ കഴിയാത്ത നമ്മുടെ സഹോദരൻ നന്നായിട്ട് പഠിക്കുന്ന സാമ്പത്തിക സാമൂഹിക പുരോഗതി കൈവരിച്ച മലയാളിയുടെ ഇമാമായിട്ട് വരുന്നു എന്നുള്ളത് അതെവിടേക്കായിരിക്കും അവസാനം എത്തുക എന്നുള്ളത് വലിയൊരു നവോത്ഥാനത്തിന്റെ ലക്ഷണമായിട്ട് കാണേണ്ടതില്ല. സമുദായം പലതിലും ഖുർആൻ പഠനം, ഇമാമത്ത് അതിലൊക്കെ പിന്നോട്ട് പോകുന്നു, വേറെ ആളുകളെ കിട്ടേണ്ടി വരുന്നു എന്നുള്ളതിന്റെ ഇടയാളെ പോട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞത് ഇമാമ, ജനങ്ങളുടെ ഇമാമാകണം, ജനങ്ങളുടെ പ്രസ്ഥാനമാകണം, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന സംഘടനകളാവണം, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്തവരാവണം. ഇങ്ങനെയാണല്ലോ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സ്വഭാവത്തിൽ അത് മാത്രം ഇസ്ലാമിയുള്ളത്. ഇന്ന് ഏത് സംഘടന അങ്ങനെയുള്ളത്? ലോകത്ത് ഏത് പ്രസ്ഥാനമാണ്, ഏത് സംഘമാണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്? ആരാണ് ലോകത്തിന് നിയമങ്ങൾ നൽകുന്നത്? ആരാണ് ശരിയും തെറ്റുമൊക്കെ തീരുമാനിക്കുന്നത്? സൂക്ഷ്മമായിട്ട് നിങ്ങളൊന്ന് പരിശോധിക്കൂ. ഭരണകൂടങ്ങൾ, അവരെ നിയന്ത്രിക്കുന്നവർ, ഒരു സംശയവുമില്ല. ഇന്ന് ഇവരാരുമല്ല, മതങ്ങൾക്കൊന്നും ഒരു മങ്കുമില്ല. മുഹമ്മദും യേശുവും അബ്രഹാമും ബുദ്ധനും ജൈനനും ഒക്കെ പള്ളിയിലും അമ്പലത്തിലും ചർച്ചിലും അവിടെ ഇരിക്കുക. പള്ളി പെരുന്നാളും ഉത്സവവും നേർച്ചയും ശ്രീകണ്ഠ ജയന്തിയും ക്രിസ്മസും നബിദിനും ഒക്കെ ആഘോഷിക്കുക. അതിലപ്പുറങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല, ഒരു വർത്താനവും നിങ്ങൾ പറയാൻ പാടില്ല. അത് പറഞ്ഞാൽ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആരാ പറഞ്ഞത്? എവിടുന്നാണ് ഈ ഒരു സിദ്ധാന്തം കിട്ടിയത്? എങ്ങനെയാണ് നമ്മളിലേക്ക് പകർന്നെത്തിയത്? ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോണില്ല. നിങ്ങൾ വേദഗ്രന്ഥങ്ങൾ എടുത്തോ, ഏത് വേദഗ്രന്ഥം എടുത്തോ. ഖുർആൻ മാത്രമല്ല, ഖുർആന്റെ മുമ്പുള്ള വേദങ്ങളുണ്ട്. തോറയും ഇഞ്ചീലൊക്കെ ഉണ്ട്. ഗീതയും തിരുക്കുറളും ഛന്ദവസ്ഥയും ധർമ്മപദവും പല ആശയങ്ങളെയും പ്രതിനിധീകരിച്ചിട്ടുള്ള വേദങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ ഉണ്ട്. എന്താ അതിലൊക്കെയുള്ള ചർച്ചാവിഷയം? എന്താ അവരൊക്കെ കൈകാര്യം ചെയ്ത പ്രശ്നങ്ങൾ? ആകെ കൂടി വിശ്വാസികൾ പള്ളിയിലും അമ്പലത്തിലും ചർച്ചിലും ചെയ്യേണ്ട കാര്യങ്ങൾ. അത് പഠിപ്പിക്കാനാ ശ്രീകൃഷ്ണൻ വന്നത്, അത് പഠിപ്പിക്കാനാ മുഹമ്മദ് നബി വന്നത്, അത് പഠിപ്പിക്കാനാ മൂസാ പ്രവാചകൻ വന്നത്, അത് പഠിപ്പിക്കാനാ രാമൻ വന്നത്, അത് പഠിപ്പിക്കാനാ ഈസാ നബി വന്നത്. എന്ത്? പള്ളിയിലും അമ്പലത്തിലും ചർച്ചിലുമൊക്കെ ആരാധനകളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ എങ്ങനെ നടക്കണം? അതാണോ ഖുർആന്റെ ചർച്ചാവിഷയം? ഖുർആൻ മാത്രമല്ല, അതിന്റെ മുമ്പുള്ള വേദങ്ങളുടെ പോലും ചർച്ചാവിഷയം അത് മാത്രമല്ല. അതും ചർച്ച ചെയ്യുന്നുണ്ട് പല വേദങ്ങളും. ഖുർആനിൽ അതിനൊക്കെ വളരെ പ്രസക്തി കുറവാണ്. നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്ക്. നിങ്ങൾ ആചാരാനുഷ്ഠാന ബന്ധിതമായ കാര്യങ്ങളുടെ വിശദാംശങ്ങളൊന്നും ഖുർആൻ വല്ലാതെ നൽകിയിട്ടില്ല. നിങ്ങൾ നമസ്കരിക്കൂ. നമസ്കാരം കേവലമായ ഒരു ആചാരമൊന്നുമല്ല, അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. നമസ്കാരമുള്ള ഏറ്റവും വലിയ ഇബാദത്ത്, ഏറ്റവും വലിയ ഒരു ആചാരം, അനുഷ്ഠാനം, ഒരു ഏറ്റവും വലിയ കർമ്മം എന്ന് പറയുന്നത് നമസ്കാരമാണ്. നമസ്കാരം എന്താ നമസ്കാരത്തിന്റെ പൊരുൾ? എന്തിനാ നമസ്കരിക്കാൻ പറഞ്ഞിട്ടുള്ളത്? നമസ്കാരത്തിലെ മർമ്മം എന്താ? നമസ്കാരം അള്ളാഹുവിന് കൊടുക്കുന്ന ഒരു അഭിവാദ്യമാണ്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. അള്ളാഹുവേ, അടിമയായ ഞാൻ നിനക്ക് നൽകുന്ന ഉപഹാരം, എന്നെ സൃഷ്ടിച്ചു, എന്നെ പരിപാലിച്ചു, എനിക്ക് വേണ്ടി സംവിധാനങ്ങൾ ഒരുക്കി, എനിക്കെല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്നു. അതിനു പകരം അള്ളാഹുവേ, എന്റെ ഉപഹാരമാണിത്, എന്റെ സമ്മാനമാണിത്, ഹൃദയം നിറഞ്ഞ് ഞാൻ നിനക്ക് നൽകുന്ന എന്റെ ഒരു ഹദിയ, എന്റെ ഒരു സ്വലവാത്ത് തഹിയ്യ ആകുന്നു ഇത്. എന്നിട്ട് ഈ നിസ്കാരത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താ? അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ. ഇങ്ങനെയല്ലേ തുടങ്ങല്? ആ പറയാൻ പറഞ്ഞത് എന്തിനാ? അല്ലാഹുവാണ് വലിയവന്ന്. എന്നാ അവനാൻ എന്നെ തോന്നിയ ഞാൻ വലിയവനല്ലാന്ന്. ഞാനല്ല വലുത്, എന്റെ വാർത്തയല്ല വലുത്, എന്റെ പാർട്ടിയല്ല വലുത്, എന്റെ മതനേതാവല്ല വലുത്, എന്റെ ഭരണകൂടങ്ങളോ മതനേതാക്കന്മാരോ പള്ളിക്കമ്മിറ്റികളോ അമ്പലം കമ്മിറ്റിയോ ചർച്ച കമ്മിറ്റിയോ അല്ല വലുത്, അദാനിയും അംബാനിയും ഒന്നുമല്ല വലുത്, അമേരിക്കയും അറബികളോ ഒന്നുമല്ല വലുത്. ലോകത്താരും വലുതല്ല. വലുത് അള്ളാഹുവാകുന്നു, ദൈവമാകുന്നു, ഈശ്വരനാകുന്നു, ഭഗവാനാകുന്നു, ഭർത്താവാകുന്നു. വലിയൊരു ആശയത്തെ, വലിയൊരു പ്രയോഗത്തെ, വലിയൊരു സന്ദേശത്തെ, ആ ഒരു ചെറിയ പദം പോലും അല്ലാഹു അക്ബർ. എല്ലാവരും വലിയൊരാവോ? പഞ്ചായത്തിലെ പിയുടെ മുതൽ പാർലമെന്റിലെ തൂണടക്കം ഇത്തിരി ഒരു അധികാരം കയ്യിൽ വന്നാൽ പിന്നെ ഓരൊക്കെ വലുതായിരിക്കും. എന്ത് കിട്ടിയാലും, എവിടെയെങ്കിലും ഒരു പദവി കിട്ടിയാൽ, സമ്പത്ത്, തറവാട്, കുടുംബം, പാർട്ടി, രാഷ്ട്രീയം, ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ എന്തെങ്കിലും ഒരു പദവി വന്നാൽ അതിനെ പൊളിക്കണം. അല്ലാഹു അക്ബർ. വലിയവൻ ദൈവം മാത്രമാകുന്നു. അല്ലാഹു അക്ബർ. പിന്നെ ദുആഉൽ ഇഫ്തിതാഹ വജ്ജഹതു വജ്ഹിയ ലില്ലദീ. എന്താ അതിൽ പറയണത്? എന്താ അതിൽ പറയണത്? ആചരിക്കാനുള്ള കാര്യ, അനുഷ്ഠിക്കാനുള്ള കാര്യ, കേവലമായ ആരാധനാ കാര്യങ്ങളാ. അല്ലാഹുവേ, എന്റെ ജീവിതം മുഴുവൻ നിനക്ക്, ഞാൻ ജീവിക്കുന്നതും ഭരിക്കുന്നതും നിനക്ക്, ഞാൻ അനങ്ങുന്നതും അടങ്ങുന്നതും ഒക്കെ നിനക്ക്, ഉണ്ണുന്നതും ഉറങ്ങുന്നതും ഒക്കെ നിനക്ക്, എന്റെ അടിമുതൽ മുടിവരെ നിനക്ക്, എന്റെ എല്ലാം അല്ലാഹുവേ നിനക്കാണ്. പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്റെ സ്വലാത്തി വനുസുക്കി
വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹുവേ, നിനക്കാകുന്നു എല്ലാം, സർവ്വതും നിനക്കുള്ളതാകുന്നു. എന്തെങ്കിലും ഒന്ന് വിടാനുള്ള പറഞ്ഞിട്ടില്ല, അത് അല്ലാഹ്ക്ക് കൊടുക്കേണ്ടതില്ല, പുറത്ത് മാത്രം കൊടുത്താൽ മതി. നിസ്കരിക്കുമ്പോഴുള്ള നമസ്കാരം മാത്രം. പിന്നെ ഞാനതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകണില്ല. നമസ്കാരത്തിലെ മർമ്മം ഖുർആനാണ്. എന്തിനാ നമസ്കരിക്കാൻ പറഞ്ഞത്? ഖുർആന് നിലനിർത്താനാ. ഖുർആനാണ് നമസ്കാരത്തിലെ മർമ്മം. ഖുർആൻ എവിടുന്ന് വന്നതാ? ആരുണ്ടാക്കി? ഏത് കുടുംബമാണ് അത് ഇറക്കിയത്? ഏത് തറവാടാണ് അതിനെ അവതരിപ്പിച്ചത്? ഏത് പാർട്ടിയുടെ പ്രമേയമാണ് ഖുർആൻ? ഏത് സംഘടനയാണ് അതുണ്ടാക്കിയത്? ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണഘടനയാണ് ഖുർആൻ? ആരാണ് ഖുർആൻ അവതരിപ്പിച്ചത്? ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്. കിതാബൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ. മനുഷ്യ സമൂഹത്തെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ ആകാശ ലോകത്ത് നിന്ന് സൂര്യന്റെ വെളിച്ചമിറക്കിയതുപോലെ, ചന്ദ്രന്റെ നിലാവിറക്കിയതുപോലെ, സൂര്യന് ചുറ്റും ഗോളങ്ങൾ കറങ്ങി ഈ ഉപഗ്രഹങ്ങളും ഗ്രഹവുമൊക്കെ ജീവിക്കാൻ പരുവപ്പെട്ടതുപോലെ ആകാശ ലോകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഈ സന്ദേശം, ഈ ഖുർആൻ. ആ ഖുർആനിൽ എന്താ ഉള്ളത്? അതിനെ പ്രയോഗിക്കുക. ഖുർആനിൽ എന്താ പറയുന്നത്? ഞാൻ അതിന്റെ വളരെ ലളിതമാണ് ഖുർആൻ. സൂറത്തുൽ നാസ് മുതൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെയുള്ള 114 അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചോ, ആർക്കും വായിക്കാം. എന്താണ് ഖുർആന്റെ പ്രമേയം? ഖുർആൻ എന്താണ് ചർച്ച ചെയ്തിട്ടുള്ളത്? ഏതൊക്കെ കാര്യങ്ങളാണ് ഖുർആനിലുള്ളത്? ആകെ കൂടി പള്ളിയിലും അമ്പലത്തിലും ചർച്ചിലുള്ള ആരാധനയും അനുഷ്ഠാനം പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ നമസ്കരിക്കുക, നിങ്ങൾ നോമ്പെടുക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. ഇത് മാത്രമാണോ ഖുർആൻ പറയുന്നത്? അല്ലല്ലോ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, ഞങ്ങൾക്ക് നേരായ വഴി വേണം, ഞങ്ങൾക്ക് നേരായ വഴി. എന്തിനാ നേരായ വഴി വേണ്ടത്? ഏത് വിഷയത്തിലാണ് നേരായ വഴി വേണ്ടത്? എല്ലാ കാര്യങ്ങളിലും, സർവകാര്യങ്ങളിലും, ആരാധനയിലും അനുഷ്ഠാനത്തിലും ആചാരത്തിലും മാത്രമല്ല, ഞങ്ങളുടെ സാമ്പത്തികം, ഞങ്ങളുടെ സാംസ്കാരികം, ഞങ്ങളുടെ സാമൂഹികം, ഞങ്ങളുടെ മതം, ഞങ്ങളുടെ രാഷ്ട്രീയം, ഞങ്ങളുടെ വ്യക്തിപരം, ഞങ്ങളുടെ കുടുംബപരം, ഞങ്ങളുടെ യുദ്ധം, സമാധാനം, നടത്തം, ഇരുത്തം, കടത്തം, എല്ലാ വിഷയവും. വാക്യങ്ങൾ ഖുർആൻ എടുത്ത് പരിശോധിച്ചു. ഈ 114 അധ്യായങ്ങളിൽ ഖുർആൻ എന്താ ചർച്ച ചെയ്യണത്? എങ്ങനെയാ നടക്കേണ്ടതെന്ന് ഖുർആൻ പറയണില്ലേ? വലാ തംശി ഫിൽ അർദി മറഹ. ഒബാമ വരുമ്പോൾ നമുക്കറിയാം അതിനൊരു പ്രൗഢി വേറെ ഉണ്ട്. ആ നടത്തം നടക്കേണ്ടെന്നാണ് ഖുർആൻ പറയുന്നത്. നമ്മളെ പ്രധാനമന്ത്രി ആണെങ്കിലും അങ്ങനെ പോകാൻ പാടില്ല. പാകിസ്ഥാന്റെ നവാസ് ആണെങ്കിലും പോകാൻ പാടില്ല. കാരണം നമ്മളാക്കിയതാണുള്ളവരെ, നമ്മളെ പൈസ കൊണ്ടുള്ളവരൊക്കെ വാഴണത് അല്ല, ഓരോ പരേന്നുണ്ടാക്കിയിട്ടല്ലല്ലോ. ഒരു വിനീതത്വം വേണം, ലാളിത്യം വേണം. മതപുരോഹിതൻ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ ആർഭാടങ്ങൾ, ആഘോഷങ്ങൾ, അതിന്റെ പൊങ്ങത്തങ്ങൾ എല്ലാം നടക്കുക എന്ന് പറഞ്ഞാൽ ഭൂമി കൂടെ ഇങ്ങനെ നടക്കണ മാത്രമൊന്നുമല്ല പറയുന്നത്. സഞ്ചാരം. വലാ തംശി ഫിൽ അർദി മറഹ. അഹങ്കാരത്തിന്റെയും ദമ്പിന്റെയും പൊങ്ങത്തത്തിൽ ഖുർആൻ എന്തിനാ നടക്കേണ്ട കാര്യം, പറയേണ്ട കാര്യം? നടക്കം ഒരു ഭൗതിക പ്രവർത്തനമാണല്ലോ, ആരാധനാ പ്രവർത്തനമല്ല. അപ്പൊ പള്ളിക്ക് പോകേണ്ട കാര്യം മാത്രമാണ് ഖുർആൻ പറഞ്ഞത്. പാർലമെന്റിനും സിനിമാ തിയേറ്റർക്കും ഒക്കെ പോകേണ്ട കാര്യം ഖുർആൻ ചർച്ച ചെയ്യില്ല. കാരണം അത് വേറെയാണ്, ഇത് വേറെയാണ്. അതുകൊണ്ട് ഖുർആൻ കൈകാര്യം ചെയ്യുന്നത് പള്ളിയിലേക്ക് പോകുമ്പോൾ അഹങ്കാരം പാടില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല. എവിടേക്ക് പോകുമ്പോഴും വലാ തംശി ഫിൽ അർദി മറഹ. അഹങ്കാരത്തോടു കൂടി സഞ്ചരിക്കാൻ പാടില്ല. മറുഭാഗത്ത് ഖുർആൻ പറയുന്നു, ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന വഖൂലു ഖൗലൻ സദീദ വഖൂലു ലിന്നാസി ഹുസ്ന. ജനങ്ങളോട് നല്ലത് പറയും. എപ്പോൾ പറയുകയാണെങ്കിലും, എന്ത് പറയുകയാണെങ്കിലും, സിനിമയിൽ കൂടെ പറയുകയാണെങ്കിലും, പാട്ടിൽ കൂടെ പറയുകയാണെങ്കിലും, കഥാപ്രസംഗത്തിലൂടെ പറയുകയാണെങ്കിലും, രാഷ്ട്രീയ പ്രസംഗം പറയുകയാണെങ്കിലും, മതപ്രസംഗം നടത്തുകയാണെങ്കിലും, ലേഖനം എഴുതുകയാണെങ്കിലും, ആവിഷ്കരിക്കുകയാണെങ്കിലും, എന്താണെങ്കിലും നിങ്ങൾ ജനങ്ങളോട് പറയാൻ സ്വീകരിക്കുന്ന ശൈലികളുണ്ടല്ലോ, അതിന് പ്രശ്നമില്ല. പക്ഷെ പറയുന്നത് നല്ലതായിരിക്കണം, പറയുന്നത് നല്ല രീതിയിലായിരിക്കണം. സംസാരിക്കുന്നതിനെ കുറിച്ച് പോലും ഖുർആൻ പറയുന്നു, നിങ്ങൾ വളരെ വിനീതമാക്കി സംസാരിക്കണം. വഖൂലാ ലഹു ഖൗലൻ ലയ്യിന. ഈ പ്രസംഗകന്മാരൊക്കെ സ്വാഭാവികമായിട്ട് ഉദ്ധരിക്കുന്ന ഒരു വാക്കുണ്ട്, റബ്ബി ഇശ്റഹ് ലി. ഞാനിവിടുന്ന് പറഞ്ഞിരുന്നു, റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നമ്മളതൊക്കെ ഒരു ലളിതമായ സ്ഥലത്താണ് പറയുന്നത്. ആ പ്രാർത്ഥന നടത്തിയത് മഹാനായ പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അല്ലാഹു പറയുന്നു, ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തഗാ. ഫിർഔന്റെ പാർലമെന്റിൽ പോവുക, അവന്റെ വൈറ്റ് ഹൗസിലേക്ക് പോവുക, അവനോട് ചില കാര്യങ്ങൾ പറയുക. ഇന്നഹു തഗാ, അവൻ താഗൂത്തായിട്ടുണ്ട്. വളരെ അപകടകരമായ അക്രമ പ്രവർത്തനങ്ങൾക്ക് അവൻ നേതൃത്വം നൽകുന്നുണ്ട്. അതുകൊണ്ട് അവനോട് ചെന്നിട്ട് പറയും. പക്ഷെ പറയാനുള്ള രീതി പറഞ്ഞപ്പോഴും പറഞ്ഞു, വഖൂലാ ലഹു ഖൗലൻ ലയ്യിന. നിമിഷമായിട്ട് പറയണം. വർഗീയമാവരുത്, സാമുദായികമാവരുത്, ജാതീയമാവരുത്, സംഘടനാ പക്ഷപാതിത്വമാവരുത്, അതുപോലെ തന്നെ രാഷ്ട്രീയ പക്ഷപാതിത്വമാവരുത്, സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാവരുത്. ഇതൊക്കെയാണ് ഖൗലൻ ലയ്യിന. നിമിഷമായിട്ട് പറയണം. ഇബ്രാഹിം മൂസാ നബി പ്രാർത്ഥിക്കുക, റബ്ബി ഇശ്റഹ് ലി സദ്രി. അല്ലാഹുവേ, എന്റെ ഹൃദയത്തിന് വിശാലത തരണം.
ജാതി മത വർഗ സമുദായ സംഘടനാ ദേശഭാഷ പക്ഷപാതിത്വങ്ങളിൽ നിന്നൊക്കെ. കാരണം അനുഭവങ്ങളുടെ തീക്ഷ്ണതകളുണ്ട് അവിടെ. വെടിവെച്ച് വീഴ്ത്തപ്പെടുന്ന ചെറുപ്പക്കാർ, ജയിലിലടക്കപ്പെടുന്ന അനേകായിരങ്ങൾ, മാനബന്ധപ്പെടുന്ന സഹോദരന്മാർ, മകനെ നഷ്ടപ്പെട്ടിട്ട് കരഞ്ഞു വിളിച്ചു നടക്കുന്ന ഉമ്മമാർ ഒക്കെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ശൈലി മാറും, രീതി മാറും, സ്വഭാവം മാറും. പക്ഷേ ഖുർആൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബി ശ്റഹ് ലി സദ്രി, എന്റെ ഹൃദയത്തെ വിശാലമാക്കണം. എത്ര വലിയ ചെങ്കോലോട് പോലും അസുരവിത്തിനോട് പോലും ഫറോവയല്ലോ അതിന്റെ പ്രതീകം ഖുർആൻ അവതരിപ്പിച്ച ഏറ്റവും വലിയ തമ്മാടി നശീകരണ പ്രവർത്തനങ്ങൾ മാത്രം നടത്തിയവൻ ആ ഫറോവയുടെ മുമ്പിലേക്ക് പോകുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബി ശ്റഹ് ലി സദ്രി, എന്റെ മനസ്സ് വിശാലമാക്കി തരണം, വയസ്സിർ ലി അംരി, കാര്യങ്ങൾ എളുപ്പമാക്കി തരണം, വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, നാക്കിന്റെ കെട്ടടിച്ചു തരണം. പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പറയുന്നത് ഇത് ബാക്കി നിങ്ങളെടുത്ത ഖുർആൻ എന്ത് വിഷയവും, എങ്ങനെയാണ് നടക്കേണ്ടത്, എങ്ങനെയാണ് ഇരിക്കേണ്ടത്, എന്താണ് പറയേണ്ടത്, പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വിവാഹ നിയമങ്ങൾ, വിവാഹമോചന നിയമങ്ങൾ, മുത്തലാഖിന്റെ കാലം കൂടി അതിലേക്ക് നമ്മൾ കടന്നു പോണില്ല. നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഭയങ്കര സങ്കടം, നമ്മളെ പെണ്ണുങ്ങളെ ഓർത്തിട്ട് ഈരടിന്റെ വിഷമം. മുസ്ലിം സ്ത്രീകളെ മുത്തലാഖ് ചെല്ലിയിട്ട് തെരുവതൂരം തെണ്ടിയിട്ട് പ്രധാനമന്ത്രി വശം കെട്ടിക്കണ്. ഇവരുടെ ഈ ഒരു മുത്തലാഖിന്റെ നിയമം കൊണ്ടാണെന്ന് വന്നിട്ടുള്ളത്. എന്നാലും നമുക്കൊരു സന്തോഷമുണ്ട്, നമ്മുടെ പ്രധാനമന്ത്രി മുസ്ലിം സമുദായത്തിലെ പെണ്ണുങ്ങളെങ്കിലും ഒന്ന് ഓർത്തല്ലോ. RSSന്റെ മേധാവിയൊക്കെ അതിന്റെ മുഖ്യ കാര്യദർശിയൊക്കെ മുസ്ലിം പെണ്ണിന് വേണ്ടി സംസാരിക്കുക. ഇത്രയും സന്തോഷഭരിതമായൊരവസ്ഥ എന്താ പറയണത്? മുത്തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണുങ്ങളെ കിടന്നിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാ. മുത്തലാഖിന്റെ ചർച്ചയ്ക്കെന്റെ പ്രസക്തി എന്നുള്ള വേറെ ഞാനിലേക്ക് തൊലാഖിന്റെ ഘടന ഖുർആൻ നന്നായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, എവിടെയാ, എന്താണ് അതിന്റെ രൂപം, സ്വീകരിക്കേണ്ട നിലപാടുകൾ, വിവാഹമോചനവും വിവാഹവുമായി ബന്ധപ്പെട്ട് ധാരാളം നിയമങ്ങൾ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഏത് വിഷയത്തിലും ഖുർആൻ നിയമം നൽകാതെ പണ്ട് ഈ മുഹമ്മദ് അബ്ദുവിനെ കുറിച്ച് പറയുന്നുണ്ട്. മുഹമ്മദ് അബ്ദു റസൂലുള്ളാഹ് അദ്ദേഹത്തോട് ആരോട് അദ്ദേഹത്തിന്റെ കാലത്ത് ഏതോ സാഹിബ് എന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങളെ ഖുർആനിൽ എല്ലാം ഉണ്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങളെ ഖുർആനിൽ 1 കിലോ മൈദപ്പൊടി ഗോതമ്പപ്പൊടി കൊണ്ട് എത്ര ഹുബുസ് ചൂടാൻ പറ്റും നിങ്ങളെ ഖുർആനിലുണ്ടോ, എത്ര റൊട്ടി ചൂടാൻ പറ്റും എന്നുള്ളത് ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഏതാണ് ആയത്തെന്ന് ചോദിച്ചു. അത് ഞാൻ നാളെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. മുഹമ്മദ് അബ്ദു പൊറാട്ടയും ഹുബുദും വല്ല ഒന്നുണ്ട്, അതും ഉമ്മൂര് ദുനിയാക്കും. മുഹമ്മദ് അബ്ദു പൊറാട്ടയും ഹുബുദും ഉണ്ടാക്കുന്ന ആളല്ലല്ലോ. അപ്പൊ പിന്നെ അത് ദുനിയാവിന്റെ കാര്യമെന്ന് പറഞ്ഞാൽ വിട്ടാൽ മതി, അതിലൊന്നും കെട്ടിവരേണ്ട കാര്യമില്ല. പക്ഷെ അതിന് നിന്നില്ല അദ്ദേഹം. ഒരു പണ്ടാരിയെ വിളിച്ചിട്ട് ചോദിച്ചു, 1 കിലോ കൊണ്ട് എത്ര ചുടറോ? അവൻ പറഞ്ഞു, വലുപ്പത്തിന്റെ സ്വാദനുസരിച്ച് 25 മുതൽ 35 വരെ ചുട്ടെടുക്കാം. റൊട്ടി, ചപ്പാത്തി, പൊറാട്ട ഒക്കെ ആ സാധനം 1 കിലോ കൊണ്ട് 25 മുതൽ 33 വരെയൊക്കെ പോവാം. പിറ്റേ ദിവസം വന്നു ഇയാളെ വന്നപ്പോൾ ചോദിച്ചു, എന്താ ഖുർആനിലുണ്ടോ? മറുപടി ചോദിച്ചു, ഉണ്ടെന്ന് പറഞ്ഞു. എത്ര ചൂടാന്ന് ചോദിച്ചു. 25 മുതൽ 33 വരെ. അതെവിടെയാ ഖുർആനിലുണ്ടെന്ന് ചോദിച്ചു. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് വിവരമില്ലാത്തത് വിവരമുള്ളവരോട് ചോദിച്ച് പഠിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ചോദിച്ച് മനസ്സിലാക്കി എനിക്കത് പറഞ്ഞു തരാൻ പറ്റി. ചോദിച്ചവന്റെ ഉദ്ദേശത്തെ അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷെ പറഞ്ഞതിന്റെ മർമ്മം അതല്ല. ഖുർആൻ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു. ദൈവദർശനങ്ങൾ അങ്ങനെയാവണം, ഏത് ദർശനവും അങ്ങനെയാവണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിലെ ഒരു പ്രശ്നത്തെക്കുറിച്ച് നിലപാടില്ല. അതിൽ നിങ്ങൾ കോൺഗ്രസ്സുകാരനായിരിക്കോ? അങ്ങനെ പറയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നമുക്ക് അതിലെ നിലപാടൊന്നുമില്ല. ആ വിഷയങ്ങൾക്ക് കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ മതി, ഓല പറഞ്ഞു തരും. ഇത് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൈകാര്യം ചെയ്യുന്ന വിഷയമല്ല. കേരളത്തിലെ ഒരു പ്രശ്നം വരുമ്പോൾ കോൺഗ്രസ് പാർട്ടി പറയാണ് എന്ത്, അത് കോൺഗ്രസിന് ചർച്ച ചെയ്യാൻ പറ്റില്ല, അത് കമ്മ്യൂണിസ്റ്റുകാരെ നിരന്തരമായി ചർച്ച ചെയ്യാറുണ്ട്. സാമ്പത്തിക പ്രശ്നവും ബൂർഷ്വ മുതലാളിത്തൊക്കെ ഓല കയ്യിലുള്ളത്, അത് കോൺഗ്രസ്സുകാരെ ചർച്ച ചെയ്യാത്ത പ്രശ്നം. അതുകൊണ്ട് കോൺഗ്രസിൽ അതില്ല. BJP-കാരനോട് നമ്മൾ ചോദിക്കുമ്പോൾ അത് CPM-നോടും കോൺഗ്രസിനോടും ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ ലീഗ് പറയണത് BJP-യോടും കോൺഗ്രസിനോടൊക്കെ ചോദിച്ചാൽ മതി. ഞങ്ങൾക്ക് മറുപടി ഇല്ല. ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാകാൻ പറ്റൂ? കേരളത്തെ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് ഇതുമായി ബന്ധപ്പെട്ട സർവ്വസകല സംഗതികളെക്കുറിച്ചുമുള്ള കൃത്യമായ കാഴ്ചപ്പാടുണ്ടാവണം. വേണ്ടേ? ആദിവാസി മുതൽ അറബിക്കടൽ മുതൽ ബംഗാൾ ഉൾക്കടൽ മുതൽ പ്രതിരോധം മുതൽ പട്ടിണി മുതൽ നഷ്ടപ്പെടുന്നവരും വെടിവെച്ച് വീഴ്ത്തപ്പെടുന്നവരും മുതൽ ഏതൊരു വിഷയത്തെക്കുറിച്ചും നിർമ്മിതമായ നിലപാടുകൾ ചിലപ്പോൾ തെറ്റോ ശരിയൊക്കെ വേറെ ചർച്ച, അത് വേറെ സംവാദാത്മകമായ ഒരു നിലപാടില്ല. കോൺഗ്രസ്സുകാരും പറയണത് CPM-നോട് ചോദിക്കണം, CPM-കാരൻ പറയുന്നത് കോൺഗ്രസ്സുകാരനോട് ചോദിക്കണം. അങ്ങനെ പറയില്ലല്ലോ, ഒരിക്കലും പറയില്ല. അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. എന്നതുപോലെ ഖുർആൻ പറയുന്നു എന്ത്, 2 തരം കാര്യമുണ്ട്. ഒന്ന് മതപരമായ കാര്യം. അതിൽ വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു സംഗതി ഉണ്ട്. ഏതാണ് ഈ മതപരമായ കാര്യം എന്ന് പറയുന്നത്? മതപരമല്ലാത്ത എന്ത് കാര്യം ഖുർആനിൽ ഉള്ളത്? എന്നാൽ
ദീനി എന്ന പദമാണ് ഇതിന് പ്രയോഗിച്ചിട്ടുള്ളത്. ഖുർആനിലെ ദീൻ എന്നുള്ള പദമുള്ളത് നന്നായിട്ട് വിശകലനം ചെയ്യേണ്ട പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഖുർആനിലെ ദീൻ. ആ മാലിക് യൗമുദ്ദീനിൽ നിന്ന് തുടങ്ങി അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ വരെയുള്ള ഖുർആനിലെ ദീൻ എന്നുള്ള പ്രയോഗങ്ങൾ, മതം എന്നുള്ള അഭിപ്രായം, മതം എന്ന പേരിൽ ഖുർആനിൽ ഒരു ദീനിന്റെ പ്രയോഗം വന്നിട്ടില്ല. മതം എന്ന് പറഞ്ഞ അഭിപ്രായം എന്ന മലയാളത്തിൽ അർത്ഥം. ആ അഭിപ്രായം എന്ന് ദീനിൽ പറയില്ലല്ലോ. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. അഭിപ്രായം എന്ന് പറഞ്ഞാൽ നിർബന്ധമുള്ളതോ സ്വീകരിക്കേണ്ടതോ ബാധ്യത ഉള്ളതോ അല്ല. ഇങ്ങനെയുണ്ട് അപ്പുറത്ത് വേറൊന്നുണ്ട്. ഇതാണ് അഭിപ്രായം എന്ന് പറയുന്നത്. പക്ഷെ ദീൻ അതല്ല. അങ്ങനെ ദീനിനെ കുറിച്ച് പറയാൻ പറ്റില്ല. മറിച്ച് ക്രമം, വ്യവസ്ഥ, വഴി, ധർമ്മം, കീഴടങ്ങൽ, ഒന്നിന്റെ കീഴിലാവൽ എന്നൊക്കെയാണ് ദീൻ എന്നുള്ള പദം. പണ്ടൊക്കെ നമ്മൾ പറയലുണ്ടല്ലോ ദീനായി കിടക്കുകയാണെന്ന്. അസുഖം പിടിച്ചാൽ പറയുന്നത് ദീനായി കിടക്കുകയാണെന്ന് പറയും. മലയാളത്തിലെ അറബി പേരാണത് ദീനാവുക. ദീനം എന്നുള്ളതിന് ഇതിൽ അസുഖം അർത്ഥം കൊടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ദീനത്തിന് അസുഖം എന്നുള്ള അർത്ഥമൊന്നുമില്ല. പിന്നെന്താ അർത്ഥം കൊടുക്കാനുള്ള കാരണം? അസുഖം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വാഭാവികമായ കഴിവ് നഷ്ടപ്പെടുകയാണ്, നമ്മുടെ അധികാരം നഷ്ടപ്പെടുകയാണ്, നമ്മുടെ ശേഷി നഷ്ടപ്പെടുകയാണ്. നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ വയറ്റുന്നോക്ക് പിടിച്ചാൽ നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ കഴിയൂല. അതല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? സാധാരണയായിട്ട് നമ്മളെ നിയന്ത്രിക്കും. വയറിളക്കം പിടിച്ചു നോക്കോ, പക്ഷെ വയറിളക്കം പിടിച്ചാൽ അതിന്റെ കീഴിലായി പോവുകയാണോ? ഓനെ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മറിച്ച് എന്ത് ചെയ്താലും ഈ അസുഖം പിടിച്ചു, പനി പിടിച്ചാൽ എന്താ സംഭവിക്കുക? നമ്മളതിന്റെ കീഴില്ല. നമ്മൾക്ക് ഇന്നലത്തെ പോലെ നടക്കാൻ പറ്റില്ല, ഇന്നലത്തെ പോലെ തിന്നാൻ പറ്റില്ല, ഇന്നലത്തെ പോലെ കിടന്നുറങ്ങാൻ പറ്റില്ല. ആകെ കൂടി എരിപൊരി കൊണ്ട് നമ്മൾ വേറൊരു വ്യവസ്ഥിതിക്ക് കീഴിലാവും. മാരക രോഗങ്ങളാണെങ്കിലോ പറയുകയും വേണ്ട. സ്വാഭാവികമായി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിച്ചു. നമ്മുടെ മറ്റൊരു വ്യവസ്ഥയുടെ കീഴിലായി പോവാണ്. നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ ഇഷ്ടം, നമ്മുടെ അധികാരം, നമ്മൾ പ്രയോഗിച്ച മാനദണ്ഡങ്ങൾ ഒക്കെ മാറാണ്. വേറെ ഒരു സംഗതി വരിക. നമ്മൾ ആഗ്രഹിക്കാത്തത്, നമ്മൾ ഇച്ഛിക്കാത്തത്, നമ്മൾക്ക് വഴങ്ങാത്തത് നമ്മളെ നിയന്ത്രിക്കുന്നു. ആ അർത്ഥത്തിലാണ് മലയാളത്തില് ദീനായി കിടക്കുക നമ്മൾ പറയുന്നത്. പ്രഭാതത്തെ ഖുർആൻ മരണത്തെക്കുറിച്ച് പറയുന്നിടത്തും അങ്ങനെ തന്നെ ഫലൗലാ ഇൻ കുന്തും ഗൈറ മദീനീൻ. നിങ്ങൾ മരണത്തിൽ നിങ്ങൾ ആരാലും നിയന്ത്രിക്കപ്പെടുന്നവരല്ലെങ്കിൽ നിങ്ങൾ മരിക്കാൻ പോവാണ്. ഇപ്പോ ആരാണെങ്കിലും നമ്മളാണെങ്കിലും നിങ്ങളാണെങ്കിലും നാട്ടിലുള്ള ആരും മരിക്കുകയാണ്. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, ജീവൻ തൊണ്ടക്കുടിയിലെത്തുമ്പോൾ നിങ്ങൾ മരണത്തിന് കീഴൊതുങ്ങാൻ പോവാണ്. വഅൻതും ഹൈനഇദിൻ തൻദുറൂൻ, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു, മരിക്കുന്നവനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. മരിക്കുന്നവനല്ല, മരിക്കുന്നവനെ അവനാണ് കാണുന്നുണ്ട്. എന്റെ ജീവനാണല്ലോ ഈ പോണത്. എന്റെ ശരീരത്തിൽ നരേന്ദ്രമോദി ആണെങ്കിൽ മോദി, പിണറായി ആണെങ്കിൽ പിണറായി, ഷാറൂഖ് ഖാനും ടെണ്ടുൽക്കറും ധോണിയും കോഹ്ലിയും ഒക്കെ ആണെങ്കിൽ അവര്, മെസ്സിയും റൊണാൾഡോയും, അപ്പുറത്ത് കിടക്കുന്ന വലിയ മഹാന്മാര് ട്രംപും ഹിലാരിയും ബുഷും ഒക്കെ ആണെങ്കിൽ അവര് ആരും മരണത്തിന്റെ കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. ആ കിടക്കുന്ന കിടപ്പില് ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, ജീവൻ തൊണ്ടക്കുടിയിലെത്തിയാൽ വഅൻതും ഹൈനഇദിൻ തൻദുറൂൻ, നിങ്ങൾ കാണുന്നു, നിങ്ങൾ മരിക്കാൻ പോകുന്ന രംഗം നിങ്ങൾ കാണുന്നു. എന്താ നിങ്ങൾ ചെയ്യുക? നമ്മുടെ കയ്യിൽ നമ്മളെ കുട്ടികളൊക്കെ മരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളെ മടിയിൽ തല വെച്ചിട്ട് നമ്മളെ മക്കളോ ഉമ്മാരൊക്കെ മരിച്ചിട്ടുണ്ട്. ഒന്നും ചെയ്യാനില്ല നമുക്ക്. എന്ത് ചെയ്യാൻ പറ്റുക? എന്നിട്ട് അള്ളാഹ് പറയാൻ നിങ്ങൾക്കും വലാക്കില്ലാ തുബ്സിറൂൻ, ഞാനാണ് നിങ്ങളുടെ തൊട്ടടുത്ത്, ഞാനാണ് നിങ്ങളുടെ തൊട്ടടുത്ത്. നിങ്ങൾ ആരുമല്ല. നിങ്ങളുടെ സൈന്യം, നിങ്ങളുടെ പോലീസ്, നിങ്ങളുടെ സംഘടന, നിങ്ങളുടെ പാർട്ടി, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ നേതാക്കന്മാർ, നിങ്ങളുടെ ഭൂരിപക്ഷം, ന്യൂനപക്ഷം, നിങ്ങളുടെ ഭാഷ, വർഗം, സമുദായം എല്ലാവരും കൂടിയിട്ട് ഈ മരണത്തെ ഒന്ന് തോൽപ്പിക്കാൻ, മരിക്കാതിരിക്കാൻ. എന്നിട്ട് ഖുർആൻ പറയുന്നു ഫലൗലാ ഇൻ കുന്തും ഗൈറ മദീനീൻ, നിങ്ങൾ ആരാലും നിയന്ത്രിക്കപ്പെടുന്നവരല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളല്ലാതെ നിങ്ങളെ കാര്യം നടത്തുന്നതെങ്കിൽ നിന്റെ ജീവനാണല്ലോ ആ പോണത്. കുന്തും സ്വാദഖീൻ, ആ പോകുന്ന ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരാൻ നിനക്ക് സാധ്യമാണോ? അല്ല. തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ആരാണ് ജനന മരണങ്ങൾ നിയന്ത്രിക്കുന്നത്? ആരാണ് അതിന്റെ കടിഞ്ഞാൺ പിടിക്കുന്നത്? ജനിക്കുന്നതും മരിക്കുന്നതും ആരുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാ? ഏത് പാർട്ടിയാ ഞാനിവിടെ ജനിക്കണത്? ഏത് പാർട്ടിയാ പ്രമേയം കൊണ്ടുവന്നത്? ഏത് പാർട്ടിയാ പ്രമേയം കൊണ്ടുവന്നത്? ഏത് മതസംഘടന പ്രാർത്ഥിച്ചിട്ടാ ഞാനിവിടെ പിറന്നു വീണത്? എന്റെ ഭാഷ, എന്റെ കുടുംബം, എന്റെ ദേശം ഇതൊക്കെ ആരാ തീരുമാനിച്ചത്? കർത്താവ് അവൻ ചോദിക്കുന്നു, നിങ്ങൾ മരിക്കുന്നു. ഫലൗലാ ഇൻ കുന്തും ഗൈറ മദീനീൻ, നിങ്ങൾ ആരുടെയും ദീനിന്റെ കീഴിലെ, മദീന എന്നുള്ള പദം അതൊന്നുണ്ടായതാ, കീഴ്പ്പെടുത്തപ്പെട്ടത്, ഒന്നിന്റെ കീഴിലായത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമേ അധികാരമില്ലാത്ത മറ്റൊരു വ്യവസ്ഥിതിക്ക് കീഴിലാവുക, മറ്റൊരാളുടെ നിയന്ത്രണത്തിലാവുക എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഖുർആൻ ആ അർത്ഥത്തിലാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും റദീതു ലക്കും അൽ ഇസ്ലാമ ദീന. ഈ ദീനിനെ, ഇസ്ലാമിനെ ദീനായി, ക്രമമായി, ഇസ്ലാം നിർമ്മത സാമുദായികമല്ല, വർഗീയമല്ല, ജാതീയമല്ല, ദൈവത്തെ അനുസരിക്കുക, അവന് സമർപ്പിക്കുക,
അവനെ കീഴ്വണങ്ങുക. അങ്ങനെ സമാധാനമുള്ള ഒരു ലോകത്തേക്ക് നിങ്ങൾ പോവുക. വംശവർഗ സമുദായത്തിന്റെ പദത്തിലല്ല ഇസ്ലാം എന്ന പ്രയോഗം ഖുർആൻ നടത്തിയിട്ടുള്ളത്. നിങ്ങൾ കൊടുക്കണം അല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പോയി ദീനെന്ന് പറഞ്ഞാൽ അന്തുമായിലൊരു ദുനിയാക്കും. ദുനിയാവിന്റെ കാര്യം വേറുണ്ട്, ദീനിന്റെ കാര്യം വേറുണ്ട്. കല്യാണം ദീനിന്റെ കാര്യമല്ല, ദുനിയാവിന്റെ കാര്യമാണ്. നടത്തം ദീനിന്റെ കാര്യമല്ല, ദുനിയാവിന്റെ കാര്യമാണ്. സംസാരിക്കൽ ദീനിന്റെ കാര്യമല്ല, ദുനിയാവിന്റെ കാര്യമാണ്. ആഖിറത്തിലെ സംസാരമല്ലല്ലോ പറയുന്നത്. അവിടെ പിന്നെ നമുക്ക് തോന്നിയതൊക്കെ പറയാൻ പറ്റില്ല. ഭൂമിയിൽ പറയുമ്പോൾ നിങ്ങൾ വിനീതമായിട്ട് പറയണം. എല്ലാ രംഗത്തും ഞാൻ പറഞ്ഞത് സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ 114 അധ്യായങ്ങൾ വളരെ സാമൂഹിക ജീവിതത്തിന്റെ, മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും അടിമുടി വിടാതെ കൈകാര്യം ചെയ്തിരിക്കുന്നു. പക്ഷെ ഇന്നത്തെ ഭൗതിക ദർശനങ്ങൾ, പുതിയ കാലത്ത് നിലനിൽക്കുന്ന നമ്മൾ പറഞ്ഞ ക്യാപിറ്റലിസം അല്ലെങ്കിൽ കോർപ്പറേറ്റ്, അതാണെന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത്. ലോകത്തെ ആര് നിയന്ത്രിക്കുന്നു ചോദിച്ചാൽ ഒരൊറ്റ മറുപടിയുള്ളത് മുതലാളിത്തമാണ്. ലോകത്തെ മുഴുവനുള്ള ഏകമത മുതലാളിത്വം. എല്ലാ മനുഷ്യരെയും ഒത്തൂടും നിയന്ത്രിക്കുന്ന, അതിന്റെ കീഴിലാ മോഡി, അതിന്റെ കീഴിലാ നവാസ് ഷരീഫ്, അതിന്റെ കീഴിലാ സൽമാൻ രാജാവ്. മിഡിൽ ഈസ്റ്റിനെ കുറിച്ച് പറയില്ലേ, ഇപ്പോ IMF ആണ് ഉപദേശിക്കാൻ വരുന്നത് സൗദിയെ. IMF ആരാ? കുവൈത്തിന് മാർഗനിർദ്ദേശം നൽകാൻ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് വന്നിരിക്കുന്നു. 2020 ലോകകപ്പ് നടക്കുമ്പോ ദോഹക്ക് സാമ്പത്തികമായ ഉപദേശങ്ങൾ കൊടുക്കുന്നത് IMF ആരാ? ആരാണ് IMF? എന്തിനാണ് അവരെ വിളിച്ചത്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഞാൻ പറയുന്നത് കാശുള്ളവരും ഇല്ലാത്തവരും, അധികാരമുള്ളവരും ഇല്ലാത്തവരും, പിന്നോക്കക്കാരും വികസ്വരക്കാരും വികസിതരും എല്ലാവരും പിൻപറ്റുന്ന ദീൻ, അത് കോർപ്പറേറ്റ് മുതലാളിത്തം. അതിനെ ഖുർആൻ വേറെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോ കടന്നു പോകേണ്ട കാര്യമില്ല. ഇന്നൽ ഇൻസാന ബിഹി ലകനൂദ് വ ഇന്നഹു അലാ ദാലിക ലശഹീദ് വ ഇന്നഹു ലിഹബ്ബിൽ ഖൈരി ലസദീദ്. നന്ദി കെട്ടവനാണിവൻ. ജാതി മതമൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. മനുഷ്യൻ സമ്പത്തിനെ അമിതമായി സ്നേഹിക്കുന്നു. അവന്റെ എല്ലാ പ്രയോഗങ്ങളും മതം അതിനുള്ളതാ, രാഷ്ട്രീയം അതിനുള്ളതാ, സൈന്യം അതിനുള്ളതാ, കല അതിനുള്ളതാ, സാഹിത്യം അതിനുള്ളതാ, വികസനം അതിനുള്ളതാ, വിദ്യാഭ്യാസം അതിനുള്ളതാ, കൃഷി അതിനുള്ളതാ, എല്ലാം സമ്പത്തിനെ പെരുപ്പിക്കാനുള്ളതാ. പണത്തിനോട് അമിതമായ പ്രതിപത്തി പുലർത്തുന്നു അവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദികേടിന്റെ അടയാളമായിട്ട് പറയുന്നത് കണ്ടമാനം പണം ഒരുമിച്ച് കൂട്ടാൻ അവർ ഇഷ്ടപ്പെടുന്നു. 8 ലക്ഷം കോടി രൂപ ഉണ്ട് പുറത്തെ ബാങ്കുകളിൽ. മൗറീഷ്യസ്, സിംഗപ്പൂര്, ഹോങ്കോങ്, സ്വിറ്റ്സർലാൻഡ് പോലത്തെ ബാങ്കുകളിൽ. പോലൊന്നും പിടിക്കാത്ത നരേന്ദ്രമോദി നമ്മളെ പാവപ്പെട്ടവന്റെ 500 മുതൽ 1000 വരെ കൈവച്ചിരിക്കുന്നത്. അറിയോ നിങ്ങൾ? 8 ലക്ഷം കോടി രൂപ. ആ 8 ലക്ഷം കോടി രൂപ കൊണ്ടുപോയിട്ട് മുതലാളിമാർ കെട്ടിപ്പൂട്ടി വെക്കുന്നു. അതിന്റെ മുകളിൽ അത് എണ്ണി കണക്കാക്കുന്നു. ഊഹക്കച്ചവടം, ഷെയർ മാർക്കറ്റ്, അതുപോലെ തന്നെ വിപണി. അതിന്റെ മുമ്പിലിരുന്നിട്ട് ഓരോ ദിവസവും മണിക്കൂർ, സെക്കൻഡ് ഇരുന്നിട്ട് എണ്ണുകയാണ് അവൻ ലാഭം. കാശിന്റെ ആഴം, അതിന്റെ വലുപ്പം, അതിന്റെ നീളം എണ്ണി കണക്കാക്കിക്കൊണ്ടിരിക്കുന്നു പുതിയ മുതലാളി. നിങ്ങളൊക്കെ വലിച്ചടിച്ച് കൊണ്ടുപോയിരിക്കുക. പണമാണ് വലുത്. ജനങ്ങളുടെ സമ്പത്ത് മുഴുവൻ അന്യായമായി, പണ്ട് തുറാസ് എന്ന് പറഞ്ഞാൽ വാപ്പാന്റെയും പാരമ്പര്യ സ്വത്ത് എന്ന അതല്ല പറഞ്ഞതിന്റെ അർത്ഥം. വേദാന്ത കമ്പനി ഛത്തീസ്ഗഡിലെ മുഴുവൻ കൽക്കരിയും, അതുപോലെ തന്നെ ഇപ്പുറത്തെ സഹാര കമ്പനി, അപ്പുറത്തുള്ളത് മുഴുവൻ, അതുപോലെ തന്നെ പെട്രോൾ മുഴുവൻ, റിലയൻസ്, ഓരോരുത്തരും കോടിയെടുക്കുന്നു. ഇറാഖ് അമേരിക്കയുടെ കയ്യില്. അറിയോ നിങ്ങൾ? അമേരിക്കക്ക് ഒരു പ്രശ്നമില്ല. അവിടുത്തെ പെട്രോൾ നിയന്ത്രിക്കുന്ന അമേരിക്കയും ബ്രിട്ടനും കൂടിയിട്ടാ. ഇനിയിപ്പോ സിറിയ കൂടി പിടിച്ചെടുക്കാൻ പോവുക. ഓരോ പ്രദേശത്തിന്റെയും ഭൂമിക്കടിയിലുള്ളത്, ഭൂമിക്ക് മുകളിലുള്ളത്, അന്തരീക്ഷത്തിലുള്ളത് എല്ലാത്തിനെയും കഠിനമായിട്ട് അവർ പിടിച്ചെടുത്തുകൊണ്ട് ഇതൊക്കെ ഖുർആൻ കൈകാര്യം ചെയ്താണല്ലോ. മറ്റേ വശങ്ങളുണ്ട്. ഖുർആനിലെ അവസാനത്തെ വൈലുള്ളിൽ മുത്തഫിഫീൻ, അളവിലും തൂക്കത്തിലും കൃത്രിമം വരുത്തുന്നവർക്ക് നാശം. ആ നിസ്കാരത്തിലെ കയ്യിട്ട് ഇങ്ങോട്ട് കയറി ആ അളവ് തെറ്റി, അല്ലെങ്കിൽ ആ അളവ് കൂടി, അല്ലെങ്കിൽ അളവ് മറ്റേ ലൂസായി പോയി എന്ന വിഷയത്തിലല്ല ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അളവിലും തൂക്കത്തിലും കൃത്രിമം വരുത്തുന്നവർക്ക് നാശം. നിങ്ങൾ ഓതിയ സൂറത്ത് വലുപ്പം കൂടിപ്പോയി, വലുപ്പം കുറഞ്ഞുപോയി, തസ്ബീഹിന്റെ എണ്ണം കൂടി കുറഞ്ഞു. അതൊക്കെയല്ലേ ഇപ്പൊ അളവിലും തൂക്കത്തിലുള്ള വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. അതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങളിലാണ് വലിയ വാശിയുള്ളത്. അവിടെയാണ് നമുക്ക് വലിയ ഭാരങ്ങളുള്ളത്. അതിനെക്കുറിച്ചാണ് നമ്മൾ നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ അതല്ല പറഞ്ഞത്. വൈലുല്ലിൽ മുത്തഫിഫീൻ, അളവിലും തൂക്കത്തിലും കൃത്രിമം വരുത്തുന്നവർക്ക് നാശം. അല്ലദീന ഇദ ഖാലു അല നാസി യസ്തൗഫൂൻ. ജനങ്ങളെടുത്തുനിന്ന് വാങ്ങുമ്പോ, അറബ് ലോകത്തുനിന്ന് പെട്രോൾ വാങ്ങുമ്പോ കുറഞ്ഞ വിലക്ക് പള്ള നിറച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇഷ്ടം പോലെ കൊണ്ടുവരിക.
എന്നിട്ട് വിൽക്കുമ്പോഴോ കൊള്ള ലാഭത്തിന് വിൽക്കുക. ഇതാണ് ഗവൺമെന്റും അംബാനിയും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന പണി. അറിയോ നിങ്ങൾ? 40, 22, 23 രൂപക്ക് കിട്ടുന്ന സാധനം 67, 70 രൂപ വിലയിട്ടിട്ട് വിൽക്കുക. അവിടുന്ന് വാങ്ങുമ്പോ അളവ് നിറച്ച് കുറഞ്ഞ വിലക്ക് വാങ്ങി വലിയ കൂടിയ വിലക്ക് വിറ്റടിക്കുന്നവർക്കൊക്കെ നാശം. 8,000 കോടിയാ വിഴിഞ്ഞത്തിന്റെ ചെലവ്. വിഴിഞ്ഞം തുറമുഖല്ലേ അതാനെടുത്ത് 8,000 കോടി റുപ്യ. 6,500 കോടി ഗവൺമെന്റ് കൊടുക്കും, കേന്ദ്രവും കേരളവും കൂടി. പിന്നെ മൂപ്പല മുടക്കത്തിലെയാ 2,500 കോടി. ആ 2,500 കോടി മൂപ്പര് ബാങ്കിൽ നിന്ന് കടമെടുക്കും, വലിയ ബാങ്കുകളിൽ നിന്ന് കടമെടുക്കും. മൂപ്പർക്ക് ഒരു മുടക്കില്ല. ലാഭത്തിന്റെ 80% അദാനിക്ക്, 20% കേരളത്തിന്. അതുപോലെ തന്നെ 15 കൊല്ലം കഴിഞ്ഞിട്ട് 1% നമുക്ക്. 15 കൊല്ലം വരെ ലാഭം മുഴുവൻ മൂപ്പർക്ക്. പോവൂ അദാനി സ്വർഗത്തിൽ. എവിടെ പോവൂ അദാനി, അംബാനിയും പെപ്സിയും കോളയും കാർഗിലും മോൺസിൻഡോയും ഒക്കെ. വർത്തമാനകാലത്തെ കുത്തകകൾ മനുഷ്യന്റെ സമ്പത്ത് മുഴുവൻ 10 പൈസക്ക് വെള്ളെടുത്തിട്ട് 15 രൂപക്കും 20 രൂപക്കും വെക്കുന്ന ആ പെപ്സിയും കോളയും ഒക്കെ ആര് രക്ഷപ്പെടും? അല്ലാതെ ഇതേതോ പച്ചക്കറി പീടികയിൽ ഒരു 100 ഗ്രാം 25 ഗ്രാം അങ്ങ് അതും പ്രശ്നമാണ്. ഓനെ അള്ള വിടില്ല മനഃപൂർവ്വം അത് ചെയ്താൽ. പക്ഷേ സാമ്പത്തിക ഘടനയിൽ കോർപ്പറേറ്റുകൾ വരുന്നു, അതിന്റെ PR വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർ വരുന്നു, അതിനുവേണ്ടി രാഷ്ട്രീയക്കാർ വരുന്നു. ഇന്ന് മോഡി പോകുമ്പോ കർഷകനും അതുപോലെ തന്നെ തൊഴിലാളിയൊന്നുമല്ല ഒപ്പം പോവുക. മുതലാളിത്ത ലോകത്തിന്റെ വലിയ വലിയ പ്രതിനിധികൾ, അതിന്റെ വാഗ്ദാർ, അതിന്റെ PR വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർ. ജനങ്ങളുടെ സമ്പത്ത് അന്യായമായിട്ട് തിന്നരുത്. എന്നിട്ട് ഗവൺമെന്റിന്റെ മുമ്പിൽ വരിക, കള്ളവർത്തമാനങ്ങൾ പറയുക, അവരുടെ സമ്പത്ത് അന്യായമായി ഭുജിക്കാനുള്ള ന്യായങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇതെന്തിനാ ഖുർആൻ പറയേണ്ട കാര്യം? ഖുർആൻ എന്തിനു പറയണം? ഈ സമ്പത്തും സമ്പത്തിന്റെ ന്യായങ്ങളും ഒക്കെ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഖുർആൻ എല്ലാ വിഷയങ്ങളും മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട സകല സംഗതികളെയും അതിനു പകരം ഇന്ന് ലോകത്തെ മുഴുവൻ കൈകാര്യം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഖുർആനും ബൈബിളും ഗീതയും എന്നല്ല ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കോർപ്പറേറ്റ് മുതലാളിത്തമാണ്. അവര് വരുത്തിവെച്ച വിനയെന്താ? അതിന്റെ എല്ലാം തകർത്തിരിക്കുന്നു അവർ. എന്തെങ്കിലും ഒന്ന് വൃത്തിയിലും വെടുപ്പിലും നിലനിൽക്കണ്ടേ? വ്യക്തി നിലനിൽക്കുക, നല്ല സമാധാനമുള്ള വ്യക്തി, നല്ല സ്വാശ്രയത്വമുള്ള വ്യക്തി, മനസ്സമാധാനമുള്ള വ്യക്തി. എവിടെയാണതുള്ളത്? അമേരിക്കയിലും യൂറോപ്പിലുണ്ട്. വളരെ അസ്വസ്ഥഭരിതമായ, സംഘർഷഭരിതമായ, ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ പാകപ്പെട്ട് നിൽക്കുന്ന വലിയ സൗകര്യങ്ങളുടെ പൊളപ്പിൽ ജീവിക്കുന്നത് കൊണ്ട് കണ്ടാൽ തോന്നും വളരെ മനോഹരമാണ് എന്ന്. പക്ഷെ അകലെ ചെളികെട്ടി ദുർഗന്ധം വമിക്കുന്നു, എല്ലാം ജീർണിച്ചിരിക്കുന്നു, അൾസിബേഴ്സ് പെരുകുന്നു, ആൽക്കഹോള് പെരുകുന്നു, ആത്മഹത്യകൾ പെരുകുന്നു. ആഗോളതലത്തിൽ തന്നെ ഏറ്റവും വലിയ ആത്മഹത്യ എടുക്കുന്ന ജപ്പാനിലോ അമേരിക്കയിലോ ആണ്. അറിയോ നിങ്ങൾ? നമ്മളെ കൊച്ചു കേരളത്തിലും ഏറ്റവും കൂടുതൽ ആത്മഹത്യ എടുക്കുന്നത്. ഇതെന്ത് സന്തുലിതത്ത? ഇതേത് സാമൂഹിക ക്രമത്തിന്റെ ഭാഗ? ഇതേത് സുരക്ഷിതത്വമുള്ള ഒരു വ്യവസ്ഥിതിയുടെ ഭാഗ? മനുഷ്യ സമൂഹം ജാതി മത വ്യത്യാസമില്ലാതെ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുടുംബം എന്താ? അങ്ങനെ സാധനം തന്നെ ഇല്ല. ഇനി മിക്കവാറും അതുണ്ടാകാൻ പോണില്ല. അതിനെ തകർക്കാനുള്ള ശ്രമമാണ് കോർപ്പറേറ്റുകൾ വളരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ വിശുദ്ധി മുഴുവൻ തകർക്കുകയും അമ്മ, ഇണ, സഹോദരി, മകൾ എന്ന പദവിയിൽ നിന്ന് പെണ്ണിനെ വലിച്ചിടച്ച് കൊണ്ടുപോയി വെറും ഒരു ഉപഭോഗ വസ്തുവായി, ഒരു ചരക്കായി, വിപണിയിലെ ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമായി സഹോദരിമാരെ, സ്ത്രീയെ ഉൽപ്പന്നമാക്കി മാറ്റുന്ന അപകടകരമായ ഒരു അന്തരീക്ഷം ലോകത്ത് രൂപപ്പെട്ടിരിക്കുന്നു. കല്യാണം കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. പുതിയ കാലത്ത് ഇപ്പൊ കഴിഞ്ഞ 3 ദിവസം മുമ്പ് പത്രത്തിലുണ്ടല്ലോ, അമേരിക്കയിലെ ഒരു അമ്മ മകളുടെ കുട്ടിയെ പ്രസവിച്ചു. മകളുടെ കുട്ടിയെ പ്രസവിക്കുക നമുക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായിരിക്കും ആ കുട്ടി? മകളുടെ കുട്ടി അമ്മ പ്രസവിച്ചാൽ എന്തായിരിക്കും അതിന്റെ കഥ? എന്തായിരിക്കും അതിനെ? അച്ഛൻ, അമ്മ, മുത്തച്ഛൻ, ഇളയപ്പ, ഇളച്ചൻ, അമ്മായി, ഇളയമ്മ എന്നൊക്കെ നമ്മൾ പറയില്ലേ? എന്താണ് ഈ സംഭവിക്കുന്നത്? എന്താ? അപ്പോ ഈ അവിടെ നിന്ന് കല്യാണം കഴിക്കുന്നു വേണ്ട ഇനി കുട്ടികളുണ്ടാവാൻ. അതിനുവേണ്ടി നിങ്ങൾ കല്യാണം കഴിക്കേണ്ട കാര്യമില്ല. അണ്ടബാഗും ബീജബാഗും ഒക്കെ ഉണ്ട്, ആണവറിയാക്ടറും ആണവായുവും ഒക്കെ ഉണ്ട് അവിടെ. എന്നതുപോലെ അണ്ടവും ബീജവും ഒക്കെ ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. ബാങ്കിൽ പോയി നിങ്ങൾക്ക് എടുക്കാം, പൈസ കൊടുത്താൽ മതി. ഏറ്റവും മികച്ച അണ്ടവും ഏറ്റവും മികച്ച ബീജമൊക്കെ കിട്ടണമെങ്കിൽ അത് കിട്ടും. ദജ്ജാല് മിക്കവാറും അങ്ങനെയൊക്കെ വരിക. ദജ്ജാല് എന്ന് പറഞ്ഞാൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള അർത്ഥം. തന്തനെ അറിയില്ല, തള്ളനെ അറിയില്ല. ഏതോ ഒരു അസുര വിത്തായിട്ട് പറന്നു വീഴാൻ പോകുന്ന അപകടകാരിയായ നശീകരണ സാധനമായിരിക്കും അത്. അമേരിക്കയിലും ഇസ്രായേലിലൊക്കെ ഈ പരീക്ഷണങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്. അപ്പോ ആശുപത്രിയിൽ പോവുക, ഈ അമ്മ പോയി ബീജാരത അടുത്തെന്നറിയില്ല. അണ്ടെടുത്തത് മകളുടെ അണ്ടമാണ്. മകളുടെ അണ്ടെടുത്തിട്ട് ബാങ്കിൽ നിന്ന് ഒരു ബീജം കൊടുത്തു. എന്നിട്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ, വല്യമ്മയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചു. ആ അമ്മ പ്രസവിക്കുകയാണ് ഒരു കുട്ടിയെ. അത് ആരുടെ കുട്ടിയാ?
അപ്പൊ അമ്മ എന്നുള്ള പദവി വേദഗ്രന്ഥങ്ങൾ മുഴുവൻ, എല്ലാ കിതാബുകളും, ഖുർആൻ വളരെ കണിശമായി ഉമ്മയോടും ഉപ്പയോടും മാന്യമായിട്ട് പെരുമാറണം. വേദന സഹിച്ച് ഗർഭം ധരിച്ച് പ്രസവിച്ച് വളർത്തിക്കൊണ്ടുവന്നത് ഉമ്മയാണ്. ഉമ്മ സ്ത്രീയുടെ ഏറ്റവും മഹത്വമാർന്ന പദവിയാണ് ഉമ്മ. അമ്മ എന്ന് പറയുന്നത് ഇനി അതിന് പ്രസക്തിയില്ല. ഏതാണ് അമ്മ? ഷാറൂഖ് ഖാൻ അങ്ങനെ ഒരു കുട്ടിയുണ്ട്. ഞാനൊരു വിശദീകരണത്തിലേക്ക് പോണില്ല. ഷാറൂഖ് ഖാന്റെ ബീജവും ഭാര്യയുടെ അണ്ടോടുത്തിട്ട് ഗുജറാത്ത് എന്നൊരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് അതിന്റെ വള്ളയിൽ നിക്ഷേപിച്ച് എന്നിട്ട് പ്രസവിച്ചു പോയി. ആ കുട്ടിനെ അവര് പോറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ ധാർമ്മികത? ആരാണ് അമ്മ, ആരാണ് അച്ഛൻ? അപ്പൊ അത് പൊളിക്കുകയാണ് ലോക മുതലാളിത്തം. ഇനി അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. പിന്നെ കല്യാണം തീരെ ആവശ്യമില്ല. സ്വവർഗരതിയാവാം, പരപുരുഷ ബന്ധമാവാം, പരസ്ത്രീ ബന്ധമാവാം, ആർക്കും ആരെയും എവിടെയും എന്തുമാവാം. ഞാൻ ആ ചർച്ചയിലേക്ക് പോണില്ല. ഗോവിന്ദസ്വാമിയും അമീറുൽ ഇസ്ലാമും കൂടി സൃഷ്ടിക്കുന്ന ഒരു ലോകമുണ്ടല്ലോ, അവരതിലെ ഇരകൾ മാത്രമാണ്. അവരെ പഴി പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. അമീറുൽ ഇസ്ലാമും ഗോവിന്ദസ്വാമിയും എങ്ങനെ രൂപപ്പെടുന്നു, അവരെ രൂപപ്പെടുത്തുന്ന ഒരു സാമൂഹിക സാംസ്കാരിക ക്രമം ലോകത്തുണ്ട്. ഇതൊക്കെ കൂടി കണ്ടിട്ട് നിങ്ങളെന്താ വിചാരിച്ച് നമ്മുടെ സിനിമ ഏറ്റവും അപകടകാരിയായ അപകടം വിതച്ച ഒരു വർത്തമാനകാലത്തെ പ്രയോഗങ്ങളിൽ നിന്നായിരുന്നു സിനിമ. കാരണം ഏത് അശ്ലീലതയും മറയില്ലാതെ എന്തും കാണാൻ ഒരു വേദിണ്ടായിരുന്നു. സിനിമ വിതച്ച വലിയൊരു അന്തരീക്ഷമുണ്ട്. നല്ല സിനിമക്ക് നല്ല സിനിമന്റെ ഗുണമുണ്ടാവും. പക്ഷെ ഇന്ന് അത് പിടിക്കുന്നവരൊക്കെ വേറെ തല ആളുകളാണ്. അതിന്റെ താല്പര്യവും അതിന്റെ നിലപാടുകളും ഒക്കെ. ഹോളിവുഡും ബോളിവുഡും എന്ത് വരുന്നു നിങ്ങൾ കാണുക. കണ്ടിട്ട് എല്ലാവരും രാമനാവും, മുഹമ്മദാവും, കൃഷ്ണനാവും, അബൂബക്കറും ഉമറും അതുപോലെ തന്നെ ശ്രീകൃഷ്ണനും അനിരുദ്ധനും ഒക്കെ ആയിട്ട് മാറും. ഒരു തെറ്റിദ്ധാരണ നിങ്ങൾ വെക്കേണ്ട കാര്യമില്ല. അത് പോയി. അതിന്റെ ശേഷം വന്ന വലിയ വിപ്ലവമാണ് നമ്മുടെ മൊബൈല്, കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഒക്കെ. എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പച്ചയായ അശ്ലീലതകൾ ഒരു മറയുമില്ലാതെ ലോകാടിസ്ഥാനത്തിൽ ഒന്നോട്ട് വെതറിക്കൊണ്ടിരിക്കുക. ആർക്കും കിട്ടും. ഇരുന്നാൽ ഇതൊക്കെ കൂടി കാണുന്ന ഒരു തലമുറ. നിങ്ങൾ പൊയ്ക്കോ, ശ്രദ്ധിക്കുക. നിങ്ങൾ ഹിന്ദു, മുസ്ലിമും, ക്രിസ്ത്യാനിയും, കമ്മ്യൂണിസ്റ്റും, കോൺഗ്രസും, BJP ഒക്കെ തലകുത്തി വീഴും. അമ്മയെ അറിയാത്ത, മകളെ അറിയാത്ത, ആരെയും തിരിച്ചറിയാൻ കഴിയാത്ത പുതിയൊരു സമൂഹം രൂപപ്പെടുന്നു. ആരാണ് ഇതൊക്കെ പാകപ്പെടുത്തിയത്? ഇതിന്റെ വ്യവസ്ഥയും ക്രമവും. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി കല്യാണമില്ല. കേരളത്തിലൊക്കെ ഒരു ദിവസം 1500 വിവാഹത്തിന് അപേക്ഷകളാണ് വന്നുകൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. കേരളത്തിൽ ഒരു ദിവസം 1500 വിവാഹമോചനാപേക്ഷകൾ. അമേരിക്ക, യൂറോപ്പും പറയാനില്ല. നടക്കുന്ന കല്യാണങ്ങളിൽ 10%, 10 കൊല്ലം പോലും നിലനിൽക്കണില്ല. മുത്തലാഖിന്റെ ചർച്ച വരുമ്പോൾ അതിന്റെ ചർച്ചയിലൊക്കെ വന്നു. നമ്മളെ കേരളത്തിലെ ട്രോളർമാരൊക്കെ കൊടുത്തിരുന്നു. കേരളത്തിലെ മുത്തലാഖ് വീരന്മാർ, പ്രിയദർശന്, അതുപോലെ തന്നെ മുകേഷ്, ദിലീപ്, കമലഹാസൻ പോലൊക്കെ പെണ്ണിനെ കാര്യം തീർത്ത് മൊഴിയെല്ലി കൊണ്ടിരിക്കുകയാണെന്നാ പറയുന്നത്. ഒറ്റടിക്കന്നെ ചോദിക്കാനും പറയാനും ആളില്ല. എത്രയോ കേസുകൾ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, കലാമേഖലയിലെ വമ്പന്മാർ കുടുംബബന്ധം ചിതറിത്തെറിച്ചു. അതെന്താ അങ്ങനെ കുടുംബബന്ധം ചതറുന്നത്? ചരിത്രത്തിൽ കാണാത്ത ഈ വിരോധാഭാസം 21ാം നൂറ്റാണ്ട് പോസ്റ്റ് മോഡേൺ സ്വഭാവത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഭാര്യ-ഭർത്തൃബന്ധം തകർന്ന് തരിപ്പിടമാവുന്നു. അച്ഛനമ്മമാർക്ക് വൃദ്ധസദനങ്ങൾ ഒരുക്കുന്നു. ആത്മഹത്യയിലും ആൽക്കഹോളിലുമൊക്കെ അഭയം തേടുന്നു. വളരെ ആസുരമായ ലോകം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ സന്തുലിതത്വവും ഇവർ തകർത്തിരിക്കുന്നു. പ്രശ്നം എന്താ? അല്ലല്ല, ദൈവമില്ല, ഈശ്വരനില്ല, ഭഗവാനില്ല. നിയമങ്ങൾ നൽകുന്നത്, ആശയങ്ങൾ നൽകുന്നത്, പ്രയോഗങ്ങൾ തീരുമാനിക്കുന്നത് ഗീതയല്ല, ഖുർആനല്ല, ബൈബിളല്ല. മനുഷ്യനെ വെറും ഉൽപ്പന്നമായി, കച്ചവട വസ്തുവായി കാണുന്ന ഖുർആൻ ചോദിച്ചില്ല ഒരു ഭാഗത്ത്, സ്വന്തം താമ്പാദിത്തരങ്ങളെ അള്ളാനെ മാറ്റിവെച്ചാൽ, പ്രവാചകന്മാരെ മാറ്റിവെച്ചാൽ, വേദഗ്രന്ഥങ്ങളെയും അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെയും ഒക്കെ കാറ്റിൽ പറത്തിയാൽ ഇന്ന് ബാക്കിയുള്ളതെന്താ? അവനവന്റെ താന്തോന്നിത്തരങ്ങൾ, അവനവന്റെ താല്പര്യങ്ങൾ മാത്രം. കോർപ്പറേറ്റ് മുതലാളിത്തത്തിന്റെ താല്പര്യം എന്താ? മുഹമ്മദ് നബിയുടെ താല്പര്യ, യേശുവിന്റെ താല്പര്യ, മോശയുടെ താല്പര്യ, ശ്രീകൃഷ്ണന്റെയും അബ്രഹാമിന്റെയും താല്പര്യ ഒന്നുമല്ല. ഗീതയും ഖുർആനും ബൈബിളുമല്ല. വളരെ അപകടകരമായ താന്തോന്നിത്തരങ്ങൾ, കള്ളത്തരങ്ങൾ. അവരാണ് ഇന്ന് ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിൽ അധികം ആളുകളും ചിന്തിക്കുന്നു, കേൾക്കുന്നു, ആലോചിക്കുന്നു എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. ബൽഹും കൽ അൻആം, കന്നുകാലികളെ പോലെയാണവർ. അൽഹും അദല്ലു സബീല, അതിലും മോശമാണവർ. മൃഗങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന വളരെ മാരകമായ പ്രവണതകളിലേക്കും നിലപാടുകളിലേക്കും അതിന്റെ വലിയ സമീപനങ്ങൾ മുതൽ വ്യക്തിപരമായ ജീവിതത്തിലെ കാര്യങ്ങളടക്കം തിരിച്ചുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം.
ഇവിടെയാണ് സന്തുലിതമായ ഇസ്ലാം. ഇസ്ലാം മാത്രമാണ് സന്തുലിതം. ഇസ്ലാം ഒരു വംശീയ വർഗീയ സന്തുലിതത്വമാണ് ഈ പറയുന്നത്. തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ചരിത്രത്തിലെ എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്തിട്ടുള്ള വലിയ ആശയങ്ങളുടെ പൂർത്തീകരണമാണ് ഖുർആൻ. അല്ലാതെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുതിയ മതം പറയുകയായിരുന്നില്ല, ഒരു പുതിയ ആശയത്തെ അവതരിപ്പിക്കുകയായിരുന്നില്ല. ചരിത്രത്തിലെ എല്ലാ പ്രവാചകന്മാരും തിരുക്കുറളും സന്തവസ്ഥയും അതുപോലെ തന്നെ ധർമ്മപദവും തോറയും ബൈബിളും ജബൂറും അങ്ങനെ തുടങ്ങുന്ന നമ്മുടെ ഏതൊക്കെ വേദങ്ങളും ദർശനങ്ങളും ഉണ്ടോ അതിന്റെയൊക്കെ മൂല്യപരമായ നിലപാടുകളെ ആശയങ്ങളെ പ്രയോഗിക്കാനും പ്രബോധനം ചെയ്യാനും ചരിത്രത്തിന്റെ അവസാന കണ്ണിയായി കടന്നു വന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ലോകത്തൊരു മതവും ലോകത്ത് നിയന്ത്രിക്കും ഒരു പ്രവാചകന്മാരും ഒരു വേദഗ്രന്ഥവും നിയന്ത്രിക്കണില്ല. പ്രവാചകൻ തിരുമേനി പറഞ്ഞല്ലോ, ഇസ്ലാം ഒരു കാലഘട്ടം വരും ഇസ്ലാമിന്റെ ഓരോ അഴികളും അഴിഞ്ഞു പോവാൻ തുടങ്ങും. കയറിന്റെ പിരി അഴിയുന്നത് പോലെ ഓരോന്നോരോന്ന് അഴിഞ്ഞഴിഞ്ഞ് പോവാൻ തുടങ്ങും ഇസ്ലാമിന്റെ പിരികൾ മുഴുവൻ. അതില് കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് നമ്മൾ പറയുമ്പോൾ ദൈവാനുസരണത്തിന്റെ ഓരോ പിരിയും അഴിയും. എല്ലാവരും ദൈവമുണ്ട്, ഭഗവാനുണ്ട്, അള്ളണ്ട്, ഈശ്വരനുണ്ട്, കർത്താവുണ്ട് എന്നൊക്കെ പറയും. എവിടെ അതുണ്ടാവില്ല, ഒരു സ്ഥലത്തും അതുണ്ടാവില്ല. അങ്ങനെയുള്ള ദൈവദർശനങ്ങളുടെ മുഴുവൻ പിരിയും അവരുടക്കും. ഓരോന്നും അടിയുമ്പോ എന്ത് ചെയ്യും? തുടർന്നു വരുന്ന കാര്യത്തുമ്പോ തൂങ്ങും വിശ്വാസികൾ. അത് പോയാൽ ഇതുമ്മ പിടിക്കും, ഇത് പോയാൽ മറ്റേമ്മ പിടിക്കും, മറ്റത് പോയാൽ മറ്റേമ്മ പിടിക്കും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോണില്ല. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അവ്വലുഹുന്ന നഖ്ലൻ, ആദ്യം എന്താ ഉടഞ്ഞു പോവുക? അൽ ഹുക്കും, നിങ്ങളുടെ ഹുക്കുമ് പോവും, ഭരണാധികാരം പോവും. രാമനും കൃഷ്ണനും ബുദ്ധനും ജൈനനും ഇബ്രാഹിമിനും ഒരധികാരമൊന്നും ലോകത്തില്ല. മുഹമ്മദ് നബിക്കുമില്ല. മുഹമ്മദ് നബി അല്ലല്ലോ ഒന്ന് ലോകം നീണ്ട്. ആരാണ്? പ്രവാചകൻ തിരുമേനി പറയുന്നു, ആദ്യം ഹുക്കുമാണ് പോവുക. ഇസ്ലാമിന്റെ ഭരണം ദൈവാനുസരണത്തിന്റെ ആ നേതൃത്വത്തിലുള്ള ഒരാശയപരമായ പ്രയോഗപരമായ അധികാരമുള്ള ഘടന നിങ്ങൾക്ക് നഷ്ടപ്പെടും. പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പറഞ്ഞ ശേഷം ലോകത്ത് മുസ്ലിങ്ങൾ രാഷ്ട്രമില്ലാതെ പോവുക, രാഷ്ട്രീയ പാർട്ടില്ലാതെ പോവുകയൊന്നും ചെയ്തിട്ടില്ല. നബി അന്ന് മുതൽ പറഞ്ഞിട്ട് ഇപ്പോഴും ഉണ്ട്. പിന്നെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒരു ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രശ്നം പോലും, ഒരു സദ്ദാം ഹുസൈന്റെ പ്രശ്നം പോലും, ഒരു ഷിയാസുന്നി പ്രശ്നം പോലും ഏതെങ്കിലും ഒരു പരിഹരിക്കാൻ കഴിവുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം രാഷ്ട്രമുണ്ടോ? പവർ ഓവറിന് അമേരിക്ക വെറുതെ കേൾക്കും. അതേസമയം പറയാൻ അധികാരമുള്ള ഒരാളും ഇസ്ലാമിക ലോകത്തില്ല. നിങ്ങൾക്ക് ആദ്യം ഭരണാധികാരം നഷ്ടപ്പെടും. മുസ്ലിം സമുദായം ചർച്ചയില്ല. ഇസ്ലാമിലെ ഹുക്കുമുണ്ടോ? ഇസ്ലാമിന് അധികാരമുണ്ടോ? ഇസ്ലാമിലെ രാഷ്ട്രീയമുണ്ടോ? ഇസ്ലാമിലെ ഭരണമുണ്ടോ? അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് പ്രസക്തിയുണ്ടോ? നബി തിരുമേനി പറഞ്ഞത് ആദ്യം നിങ്ങൾക്ക് പോവുക ഹുക്കുമായിരിക്കും. ഹുക്കുമ് പോയി, ഇനി അത് കിട്ടുമല്ലോ. എന്തെങ്കിലും ബൈത്തുൽ മുഖദ്ദസ് കൈകാര്യം ചെയ്യാലോ. അതുപോലെ തന്നെ അപ്പുറത്തുള്ള മിഡിൽ ഈസ്റ്റിലെ ഏതെങ്കിലും ഒരു പ്രശ്നം ഇസ്ലാമിക ലോകത്തിന് ഹുക്കുമിന്റെ അടയാളം എന്താ? ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയണം, ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ കഴിയണം, ഒരു പ്രശ്നത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ കഴിയണം. അതാണ് ഹുക്കുമ്. പെപ്സിയും ഗോളയും മുതൽ IMF-ഉം ADB-യും അടക്കം നിർണയിക്കാൻ അധികാരമുള്ള അതിപ്പുള്ളത് ഇസ്രായേലിന്. അതുപോലെ തന്നെ അമേരിക്കക്ക ആഖിറഹുന്ന സ്വലാ, അവസാനം പിരിയ നിസ്കാരമായിരിക്കുന്ന. അതിന്റെ അർത്ഥം നിസ്കരിക്കാതിരിക്കുന്നൊന്നുമല്ല, നിസ്കാരപ്പോഴും നടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയും ആ ഭരണകൂടങ്ങളൊക്കെ ഉള്ളതുപോലെ നമസ്കാരവും മുസ്ലിം സമുദായത്തിലുണ്ട്. പിന്നെന്താ പ്രവാചകൻ പറഞ്ഞതിന്റെ അർത്ഥം? അവര് വരികയാണെങ്കിൽ മടിച്ചു വരും, അലസരായിട്ട് വരും. നമസ്കാരത്തോടൊരു പ്രതിപത്തി അവർക്കുണ്ടാവില്ല. ഭൗതികമായ അധികാരത്തിന്റെ അടയാളമാണ് ഹുക്കുമെങ്കിൽ നമസ്കാരം എന്ന് പറയുന്നത് ധാർമ്മികമായ അധികാരത്തിന്റെ അടയാളമാണ്, വിശുദ്ധിയുടെ അടയാളത്തിന്റെ അധികാരമാണ്. ഒന്ന് ഭൗതികമായ അധികാരം, മറ്റൊന്ന് ധാർമ്മികമായ അധികാരം. അത് രണ്ടും നഷ്ടപ്പെട്ടു. ഈ ധാർമ്മികപരമായ അധികാരം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമസ്കരിക്കുന്ന മുസ്ലിം കള്ളു കുടിക്കുന്നു, വ്യഭിചരിക്കുന്നു, പലിശക്കച്ചവടം നടത്തുന്നു, പെടുപാടിമം നടത്തുന്നു, അടിമതിയിലും കള്ളക്കടത്തിലും വർഗീയതയും എല്ലാറ്റിലും പങ്കാളിയാവുന്നു. നിങ്ങൾ മുസ്ലിം സമുദായത്തെടുത്ത് പരിശോധിക്കൂ. ജമാഅത്തെ ഇസ്ലാമി കൃത്യമായിട്ട് പറയുന്നു, മുസ്ലിം സമുദായം റോൾ മോഡലാവണം. ആരുടെ റോൾ മോഡൽ? ഏത് സമുദായവും ചരിത്രത്തിലെ വേദങ്ങളെയും പ്രവാചകന്മാരെയും പറയുന്നവരാണെങ്കിൽ അവരൊരു റോൾ മോഡലാവണം. ജനങ്ങളുടെ മുമ്പിൽ സത്യത്തിന്റെ, നീതിയുടെ, ധർമ്മത്തിന്റെ, മൂല്യങ്ങളുടെ എല്ലാറ്റിന്റെയും പ്രതിരൂപമായിട്ട് മാറണം. എന്താ? ആരാണ് മോഡൽ?
പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആൻ പറഞ്ഞല്ലോ, നൂൻ വൽ ഖലമി വമാ യസ്റുൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. അന്ന് പ്രവാചകനെ കുറിച്ച് അവർ പറഞ്ഞു, പ്രവാചകൻ അക്രമകാരിയാണ്, ഷായിറാണ്, സാഹിറാണ്, മജ്നൂനാണ്, ഭ്രാന്തനാണ്. ഇതൊക്കെയാണ് നബിയെ കുറിച്ച് അവർ പറഞ്ഞിരുന്നത്. വലിയ പ്രചരണം. അതിനപ്പുറം പറഞ്ഞിട്ടില്ല. ഇന്ന് ആ രീതി മാറി. ഇന്ന് ടെററിസം എന്നാണ് പറയുക. ഇന്ന് ഏറ്റവും വലിയ ടെർമിനോളജി ടെററിസം. മജ്നൂന്, ഷാഹിർ എന്നൊന്നും നമ്മളെ കുറിച്ച് ആരും പറയില്ല. അന്ന് അങ്ങനെ വികസിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് വികസിച്ചു. ഇന്ന് ടെററിസം എന്നാണ് പറയുക, ഭീകരമായി. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ, താങ്കൾ ഒരിക്കലും ഭ്രാന്തനല്ല. അവരെന്തെഴുതിയാലും അവരെന്ത് പറഞ്ഞാലും അവരെന്ത് ആരോപിച്ചാലും. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അബൂജഹൽ ഇവിടെ നിൽക്കുന്നു, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നിൽക്കുന്നു. അബൂ സുഫിയാന്റെ ഹുങ്കും അഹങ്കാരവും സാമ്പത്തിക സൈനിക മേധാവിത്വവും മുഹമ്മദ് നബി തിരുമേനിയുടെ വിനയവും സ്നേഹവും മാനുഷിക ബോധവും എവിടെ നിൽക്കുന്നു? ആരാണ് നല്ലത്? അമേരിക്കയാണോ നല്ലത്? കംസനാണോ നല്ലത്? കൃഷ്ണനാണോ നല്ലത്? രാമനാണോ നല്ലത്? രാവണനാണോ നല്ലത്? ഇബ്രാഹിം നബിയാണോ നല്ലത്? നമ്രൂദും ആസറുമാണോ നല്ലത്? ആരാണ് നല്ലത്? ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. വലിയ സംസ്കാരത്തിന്റെ ഉടമയാണ് താങ്കൾ. മുസ്ലിം സമുദായം വീണ്ടെടുക്കേണ്ട വളരെ നിർണായകമായ ഒരു പദവിയാണിത്. സാംസ്കാരിക മൂല്യങ്ങളെ വീണ്ടെടുക്കുക, വിശുദ്ധി കൊണ്ട്. സംഘപരിവാർ മുതൽ സയനിസത്തെ അടക്കം വരച്ച വരയിൽ നിർത്താൻ കഴിയുന്നത് മൂല്യങ്ങൾ കൊണ്ട്, ഭൗതികമായ സംവിധാനങ്ങൾ കൊണ്ടല്ല. സത്യസന്ധത, നീതിബോധം, ധാർമ്മികത, കള്ളക്കച്ചവടം, അഴിമതി, വർഗീയത, പെടുപാടിപം, കൈക്കൂലി, കള്ളവോട്ട്, ഹവാല, ഇതൊന്നും മുസ്ലിങ്ങൾ ഉണ്ടാവരുത്. ഒറ്റപ്പാലത്തെ മുസ്ലിമീങ്ങൾ, പാലക്കാട് ജില്ലയിലെ മുസ്ലിമീങ്ങൾ, മലപ്പുറത്തും കേരളത്തിലുമുള്ള മുസ്ലിമീങ്ങൾ, ബംഗ്ലാദേശിലും പാകിസ്ഥാനിലുമുള്ള മുസ്ലിങ്ങൾ ഇതിന്റെ സാക്ഷികളാണോ ഇന്ന്? ഇത്രയും മനോഹരമായി ഓരോ മികച്ച സംസ്കാരത്തിന്റെ മികച്ച മൂല്യങ്ങളുടെ ആ ഒരു വലിയ ദൗത്യത്തിലേക്ക് ഇസ്ലാമിക ലോകം കടന്നു ചെല്ലണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമി ഈ സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. രണ്ടാമത്തെ ഒരു ഭാഗം, ഇസ്ലാം ഇങ്ങനെയൊക്കെ എല്ലാം ഉൾക്കൊള്ളുന്നതും എല്ലാം ചേർന്നതും എല്ലാവരുടെ മുമ്പിലും അവതരിപ്പിക്കാനും എല്ലാവർക്കും നൽകാനും പറ്റുന്ന ഒന്നാണെങ്കിൽ അതിനെ കയ്യിലുള്ള ഞാനും നിങ്ങളും അവസാനം എന്ത് ചെയ്തു? വരിഞ്ഞുകെട്ടി, മുറുക്കിക്കെട്ടി. എന്നിട്ട് വളരെ വലിയ അപകടകരമായ പ്രതിസന്ധിയിലേക്ക് ഇന്ന് ഇസ്ലാമിക ഉമ്മത്തിന്റെ ആഭ്യന്തരമായ ഘടനകൾ കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെങ്ങനെയാ ദീനിനെ കണ്ടത്? ഈ ഇസ്ലാമിനെ ദീനൻ ഖയ്യിമൻ മില്ലത്ത ഇബ്രാഹിം, നല്ല നേരായ ദീൻ, ശരിയായ വ്യവസ്ഥ. അതുപോലെ തന്നെ അഖീമുൽ വസ്ന ബിൽ ഖിസ്ത്, സന്തുലിതമായി സമഗ്രമായി വെച്ച ഈ വ്യവസ്ഥ. ഇത് അദലും വസത്തും. ഖുർആന്റെ കുറെ പ്രയോഗങ്ങളുണ്ട്. നല്ല മിതത്വമുള്ള, പൂർണ്ണതയുള്ള, എല്ലാം തികഞ്ഞ ഏതെങ്കിലും. ഇപ്പൊ ഭൂമി എങ്ങനെയുള്ളൂ? ഭൂമിയിലെല്ലാം ഉണ്ട്. അന്റാർട്ടിക്ക നിൽക്കേണ്ടടുത്ത് അന്റാർട്ടിക്ക ഉള്ളത്, അറബിക്കടൽ വേണ്ടിടത്ത് അറബിക്കടലുള്ളത്, സഹാറ വേണ്ടിടത്ത് സഹാറയുള്ളത്. അതിനാണ് സന്തുലിതത്വം എന്ന് പറയാം. കയോസ്ഫിയർ. ക്രമമില്ല എന്ന് നമ്മൾ തോന്നുമ്പോഴും അതൊരു ക്രമമാണ്. എവറസ്റ്റ് നിൽക്കേണ്ടിടത്ത് എവറസ്റ്റ് ഉള്ളത്, അരങ്ങമ്മല നിൽക്കേണ്ടിടത്ത് അരങ്ങമ്മല ഉള്ളത്. നമ്മുടെ പാർട്ടിയും സംഘടനയും കൊണ്ടല്ലല്ലോ അത്. ഓരോന്നും നിൽക്കേണ്ടിടത്ത് നിന്നിരിക്കുന്നു. അതാണ് പ്രപഞ്ചത്തിന്റെ ഒരു സിസ്റ്റം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ ധാർമ്മിക, സാമൂഹിക, സദാചാര വ്യവസ്ഥിതിയിലും അങ്ങനെ തന്നെയാണുള്ളത്. ഓരോന്നിനും ഓരോ സ്ഥലം കൊടുത്തിട്ടുണ്ട് നിൽക്കേണ്ടിടത്ത്. പക്ഷെ ഇന്ന് അത് മാറി. ഓരോരുത്തർക്കും ഓരോന്ന് പ്രധാനപ്പെട്ടത്. കയ്യിന്റെ ആള് കയ്യിനെ കുറിച്ച് മാത്രമേ പറയുള്ളൂ. മൂപ്പരുടെ എല്ലാ പ്രസംഗവും ഖുതുബയും മൂപ്പരുടെ എല്ലാ ലേഖനങ്ങളും തഫ്സീറും ഒക്കെ കയ്യിനെ കുറിച്ചാണ്. കയ്യില്ലെങ്കിൽ എന്താ കഥ? അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് കയ്യിനെ കുറിച്ച് പറയുന്ന ആള് അതിന്റെ ക്ലാസും അതിന്റെ സ്റ്റഡി ക്ലാസും കേൾക്കുന്ന ആള് തോന്നും വേറെ ഒന്നിനും ഒരു പ്രസക്തിയില്ല. കയ്യന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ അസന്തുലിതമായ ഒരു അവതരണം. മറുഭാഗത്ത് ചില കയ്യെവിടെ? കാലുമലല്ലേ നിൽക്കുന്നത്? കാലാണ്ട് പോയാൽ പിന്നെ എവിടെയാ നിൽക്കുക? അതുകൊണ്ട് കാലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വേറൊരാൾ കണ്ണിനെ കുറിച്ച് പറയുന്നു, വേറൊരാൾ കാതിനെ കുറിച്ച് പറയുന്നു, വേറൊരാൾ മസ്തിഷ്കത്തെ കുറിച്ച് പറയുന്നു. ഓരോരുത്തരും ഓരോന്നിനെ. വർത്തമാനകാലത്തെ മുസ്ലിം സംഘടനകൾക്കിടയിൽ അറിഞ്ഞോ അറിയാതെയോ ഈ അപകടകരമായ നിലപാടുകൾ ഓരോരുത്തരും ഓരോന്നുമൽ പിടിമുറിക്കുന്നു. മുഴുവനിലല്ല. എന്നിട്ട് ഏതാണ് മുൻഗണനാക്രമത്തിൽ പ്രധാനപ്പെട്ടത്? ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്? ഏറ്റവും രണ്ടിനും ഒരു വില. നഖത്തിനും ഒരേ വില, കയ്യിനും ഒരേ വില. കയ്യിനും ഒരു വില, ശരീരത്തിനും ഒരു വില. അങ്ങനെ വരൂലല്ലോ. ഓരോന്നിനും ഓരോ സ്ഥലമുണ്ടാവും. ഏറ്റവും പ്രധാനം അതിൻ്റെതായ സ്ഥലങ്ങളിലാണ് ഓരോ നില വെക്കേണ്ടത്. നമുക്ക് തർക്കമൊന്നുമില്ല. എല്ലാ കാര്യവും ഒരുപോലെയല്ല. അതേസമയം ചിലതിന് വമ്പിച്ച ഇടങ്ങളുണ്ടാകും, പ്രത്യേകമായ പദവികളുണ്ടാകും. മറ്റുള്ളതിന് അത്ര പദവി ഉണ്ടാവില്ല. പക്ഷേ മുസ്ലിം സംഘടനകൾ അറിഞ്ഞോ അറിയാതെയോ തെറ്റായ വായനകൾ നടത്തിക്കൊണ്ട് ഏതാണ് പ്രധാനപ്പെട്ടത്?
ഫർദ് പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾ അങ്ങനെ വരുന്നുണ്ടല്ലോ ഇപ്പോ, ഇല്ലേ? ഉണ്ട്. ഫർദ് നിസ്കാരങ്ങളെക്കാൾ പ്രധാനം ഈ തറാവീഹും തഹജ്ജുദും ഒക്കെ പറയുന്നേട്ട് അങ്ങനെയുള്ള നമുക്ക് തോന്നും. ഈ തറാവീഹ് നിസ്കാരത്തിന് തന്നെ വരുമ്പോ ആളുകൾക്ക് ഇശാ ജമാഅത്തിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇശാ ജമാഅത്ത് പോയാലും പ്രശ്നമില്ല, എന്നാലും പറയാം തറാവീഹിന് പോവുകയാണെന്നാ പറയാം. തറാവീഹിനല്ല പോകേണ്ടത്, ഇശാ ജമാഅത്തിനാ വരേണ്ടത്. ശരിക്ക് തറാവീഹ് ഒറ്റക്കും നിസ്കരിക്കുക, കൂട്ടായിട്ടൊക്കെ നിസ്കരിക്കുക. അതിൽ 23 11 ഷഹീദ് ഹസനുൽ ബന്നന്റെ ചരിത്രം പറയുന്നുണ്ട്. വലിയ തർക്കം ശഅബാൻ മാസം വരുമ്പോ, പിന്നെ റമളാൻ മാസമാണല്ലോ, എന്താ തർക്കം? തറാവീഹ് 23 11 23 11. ഒരു കൂട്ടർ പറയുന്നത് 23, വേറൊരു കൂട്ടർ പറയുന്നത് 11. 23 11. വലിയ തർക്കം. ഹസനുൽ ബന്ന ഷഹീദ് കയറി വന്നു. അവർ ചോദിച്ചു, ഉസ്താദ് നിങ്ങളെ അഭിപ്രായം എന്താ? അദ്ദേഹം പറഞ്ഞു, ഈ തറാവീഹ് സുന്നത്താണോ ഫർളാണോ? തറാവീഹ് നിസ്കാരം സുന്നത്താണോ ഫർളാണോ? അപ്പൊ അവര് പറഞ്ഞു സുന്നത്ത്, തറാവീഹ് നിസ്കാരം സുന്നത്താണ്. അപ്പൊ അദ്ദേഹം മറുചോദ്യം ചോദിച്ചു, ഇസ്ലാമിക ഉമ്മത്തിന്റെ ഐക്യമെന്ന് പറയുന്നത് ഫർളാണോ സുന്നത്താണോ? അത് ഫർളാണ്. അത് ഫർള. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹു ബൈന അഖവൈകും വതസ്മു ബിഹബ്ലില്ലാഹ് വലാ തഫറഖു ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുനിയാനും മർസൂസ്. മുസ്ലിം സമുദായം ഐക്യപ്പെട്ട് നിൽക്കണം, ഒരുമിച്ച് നിൽക്കണം. എന്നിട്ട് ആ സമുദായം ഒരുമിച്ച് നിൽക്കേണ്ട ഉമ്മ, അത് ഖുർആൻ വളരെ ഖണ്ഡിതമായിട്ട് പറയുമ്പോൾ ഉന്നതായ പ്രശ്നങ്ങളിൽ വലിയ ഭിന്നതകൾ, വലിയ വാശികൾ, തെറ്റായ നിലപാടുകളും സമീപനങ്ങളും, വേറെ കുറെ അന്ധവിശ്വാസങ്ങളും സംഗതിയൊക്കെ അതിന്റെ പിന്നാലെ വേറെ വരുന്നുണ്ട്. ഞാൻ ആ ചർച്ചയിലേക്ക് അത്ര ആഴത്തിൽ കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കണില്ല. കാരണം അതിൽ പോലും കുറെ പ്രശ്നങ്ങളുണ്ട്. എന്താ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെടുത്ത് പരിശോധിച്ച് സ്വലാത്ത് വാർഷികം, ഖുർആനും ഹദീസും ഒന്നും മാഷിയിട്ട് തരുന്ന കാണില്ല. മജ്ലിസുന്നോ, എന്താ ഈ സാധനം? എവിടുന്നാണ് ഈ വരുന്നത്? ആരാണിത് കൊണ്ടുവരുന്നത്? അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞാൽ പിന്നെ ഒരു സ്വലാത്ത്, വ്യത്യസ്തമായ ദുആ സമ്മേളനം, പതുക്കെ പ്രാർത്ഥിക്കാൻ. എല്ലാ മതങ്ങളും ദുആ. എന്നാ വല്ല കാര്യമുണ്ടോ? ഇസ്രായേൽ പൊളിഞ്ഞിട്ടില്ല, ഇറാഖ് രക്ഷപ്പെട്ടിട്ടില്ല, ലിബിയ രക്ഷപ്പെട്ടിട്ടില്ല, ഗുജറാത്ത് കലാപത്തിന് പരിഹാരം ഉണ്ടായിട്ടില്ല. പ്രാർത്ഥിച്ച് എല്ലാ മതങ്ങളും. എന്നാൽ അധിനിവേശവും കള്ളക്കടത്തും അഴിമതിയും അക്രമങ്ങളും പെരുകിക്കൊണ്ടിരിക്കുക. മറുഭാഗത്ത് ഭയങ്കരമായ അനുഷ്ഠാനങ്ങൾ, വലിയ ആചാരങ്ങൾ എല്ലാ മതസമൂഹങ്ങളിലും. എന്താണ് ഇതിന്റെയൊക്കെ സ്ഥാനം? അപ്പോ എല്ലാ മുസ്ലിം സമുദായം ആണ്ടാ കഴിക്കുക, പക്ഷെ നബിദിനാണ് നമ്മൾ കഴിക്കാറുള്ളത്. നബിദിനാണ്. ഇപ്പൊ നാളെ ഒരു പോസ്റ്റ് കണ്ട് ഹുസൈനുള്ളാഹുവിന്റെ ആണ്ട് മുഹറം 10. ഹുസൈനുള്ളാഹുവിന്റെ ആണ്ടായതുകൊണ്ടല്ല മുഹറം 10 നോമ്പെടുക്കാൻ പറഞ്ഞു. മൂസാ നബിയായിട്ട് ബന്ധപ്പെട്ട ചരിത്ര ഹിജ്റ, ആ ഫറോവയെ തോൽപ്പിച്ച് കടല കടന്നതിന്റെ ചരിത്രം അതുള്ളത്. മുസ്ലിം സമുദായം ആണ്ട് കഴിക്കാൻ തുടങ്ങിയ ഒരു ദിവസം ഒഴിവുണ്ടാവും. എത്ര സഹാബിമാരുണ്ട്? ഏറ്റവും ചുരുങ്ങിയ ബദരീങ്ങളെങ്കിലും ആണ്ട് കഴിക്കണ്ടേ മുഴുവൻ നമ്മൾ? അവരൊക്കെ മരിച്ചുപോയ ദിവസങ്ങൾ വെച്ചിട്ട് ആണ്ട് കഴിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? പ്രമാണങ്ങളില്ലാത്ത കാര്യങ്ങളപ്പോൾ പുതിയതായിട്ട് ഓരോന്ന് വരുന്നു. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു അല്ലാത്തവരോട് യാ ബദരീങ്ങളെ, മൊയ്തീൻ ചെയ്യുക, മടവൂരൗലിയ, ഇങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റും. വിളിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് ഖുർആനും സുന്നത്തും, ഖുർആനിൽ അങ്ങനെ ഒരു പ്രാർത്ഥന തന്നെയല്ല. അള്ളാഹു അല്ലാത്ത, നിങ്ങൾ ഖുർആൻ വായിച്ചു നോക്ക്, അള്ളാഹു അല്ലാത്തവരോട് ആരോടെങ്കിലും ഉള്ള പ്രാർത്ഥന ഖുർആനിലുണ്ട്. റബ്ബന, അല്ലാഹുമ്മ, അങ്ങനെയല്ലാതെ ഖുർആൻ മലക്കുകളുടെ പ്രാർത്ഥന ഉണ്ട്, പ്രവാചകന്മാരുടെ പ്രാർത്ഥന ഉണ്ട്, സ്വാലിഹീങ്ങളുടെ പ്രാർത്ഥനകളുണ്ട്, അള്ളാഹു തന്നെ നേരിട്ട് പഠിപ്പിച്ച പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളിലൊന്നും ഏതെങ്കിലും ഒരു നബിമാര് അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ചതിന്റെ ഒരു പ്രമാണമില്ല. അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടില്ല. അള്ളാഹുവല്ലാത്തവരെ പറഞ്ഞതൊന്നും അംഗീകരിച്ചിട്ടില്ല. അള്ളാഹുവിനെ അല്ലാതെ അനുസരിച്ചിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. നമുക്കിപ്പോൾ ആരോടും പ്രാർത്ഥിക്കാം, എവിടെയും പ്രാർത്ഥിക്കാം, എങ്ങനെയും പ്രാർത്ഥിക്കാം. ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? എന്താണ് ഇതിന്റെയൊക്കെ പ്രമാണങ്ങൾ? ആരാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത്? ഇങ്ങനെ അടിസ്ഥാനപരമാണ്. ഇതൊക്കെ വലിയ സംഗതി തന്നെ. മറുഭാഗത്ത് ചെറുതുണ്ട്. പക്ഷെ അതും ഏറ്റവും താഴെ കിടക്കുന്ന നിസ്സാരമായ കാര്യങ്ങളും ഒരുപോലെ തന്നെ. ഇസ്ലാം വളരെ വിശാലമായ സ്ഥലങ്ങൾ കൊടുത്ത കുറെ കാര്യങ്ങളുണ്ട്. അത് ഫർളും സുന്നത്തും അത്തരം കാര്യം. പ്രവാചകന്റെ ചരിത്രത്തെ പരിശോധിക്കുമ്പോൾ വളരെ വിശാലമാണ് ഓരോ കാര്യങ്ങളും. നിങ്ങൾ ബദർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ആളുകൾ എന്താണ് ചെയ്യേണ്ടത്? അവരെ ആയിഷാ ബീവി നബി ഇസ്രാ മിറാജും പോയി എന്നുള്ള അഭിപ്രായം അവർക്കില്ല. അത് സ്വപ്നം കണ്ടതാണെന്ന് ആയിഷാ ബീവി പറയുന്നത്. ആയിഷാ ബീവിയുടെ അഭിപ്രായം അനുസരിച്ച് നബി ശാരീരികമായിട്ട് ഇസ്രാ മിറാജും പോയിട്ടില്ല. ഖുർആൻ ഖണ്ഡിതമായിട്ട് പറയും, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറകനാ ഹൗലഹു. ആയിഷാ ബീവിനെ ആരും അതിന്റെ പേരിൽ പുറത്താക്കിയിട്ടില്ല. ഒരു പുതിയ സംഘടന ഉണ്ടാക്കിയിട്ടില്ല. അവിടെ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ആയിഷാ ബീവിയും മറ്റാളുകളും തമ്മിൽ ഖണ്ഡിതമായി 30ഓളം കാര്യങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായ വ്യത്യാസങ്ങൾ നിറഞ്ഞു നിൽക്കുക. വ്യത്യാസമല്ലാതെ അത് വൈവിധ്യമാണ്. ചിലപ്പോൾ ഇസ്ലാമിന് ലോകത്ത് മുഴുവൻ വ്യാപിക്കുന്ന ഒരു ഘട്ടത്തിൽ
എല്ലാവർക്കും ഉൾക്കൊള്ളാനും ഫ്ലെക്സിബിലിറ്റിയോടുകൂടി കൈകാര്യം ചെയ്യാനും പറ്റുന്ന ഒരു സാമൂഹിക ധാർമ്മിക ഘടന ഉണ്ടാവാൻ നല്ല ഫിഖിന്റെ സംഗതിക്കെടുത്ത് പരീക്ഷിച്ച് അങ്ങനെയുള്ള കാണാൻ പറ്റുക. വലിയ സൂറത്തോട് വിസ്തരിക്കുക, വലിയ സൂറത്തോട് വിസ്തരിക്കുക. അതിൽ തന്നെ ഖുർആന്റെ പ്രമാണം. സൂറത്തുൽ ബഖറ ഒരു സൂറത്താണ്, സൂറത്തുൽ അസ്റും ഒരു സൂറത്താണ്. സൂറത്തുൽ ബഖറ 2.5 ജുസ് ഫസ്റ്റ്. സൂറത്തുൽ അസ്ർ വളരെ ചെറിയൊരു സൂറത്ത്, വളരെ ചെറിയൊരു സൂറത്താണ്. 2 സൂറത്ത് തന്നെ. 100 ആയത്തോത് രാത്രി നിസ്കരിച്ചാൽ വലിയ കൂലിണ്ട്, വലിയ കൂലിണ്ട്. ആ 100 ആയത്ത് സൂറത്തുൽ ബഖറയിൽ ഓതിയാൽ 3 ജുസുകളുണ്ടാവും. അതേസമയം അവസാനത്തെ 3 സൂറത്തുകളുണ്ടല്ലോ, ആ 3 സൂറത്ത് ഒരു 15 വട്ടം ഓതിയാ 20 വട്ടം ഓതിയാൽ മതി. 100 ആയത്ത് കിട്ടും, 100 ആയത്ത് കിട്ടും. വളരെ എളുപ്പത്തിൽ 100 ആയത്ത് കിട്ടും. വലിയ. അപ്പൊ ഏത് വെച്ചിട്ട് നിസ്കരിക്കേണ്ടത്? ഏതാണ് ഈ 100 ആയത്ത്? അല്ല ഖണ്ഡിതമായിട്ട് പറഞ്ഞിട്ടില്ല. ഏത് 100 ആയത്ത് കൊടുക്കാം, ഏത് സൂറത്ത് ഓതാം, ഏത് സൂറത്തും നിങ്ങൾക്ക് ഓതാം. അതും ഒരു സൂറത്താണ്. ഇത് ഖുർആന്റെ തന്നെ പ്രയോഗങ്ങളിൽ കുറെ സംഗതികളുണ്ട്, അതിലേക്ക് ഞാൻ ഇപ്പോൾ കടന്നു പോണില്ല. ഖുർആൻ ഇറങ്ങിങ്ങളെ എടുത്ത് പരിശോധിച്ച് നോക്കി. ഒരേ ശൈലി, ഒരേ സ്വഭാവം, ഒരേ വലുപ്പം, ഒരേ താളവും മേളമൊന്നും അല്ല ഖുർആനുള്ളത്. വളരെ വലിയ വൈവിധ്യമുള്ള പ്രയോഗങ്ങൾ. അതിന്റെ ശൈലിയിൽ, അതിന്റെ അവതരണത്തിൽ, അതിന്റെ പാരായണത്തിൽ. ഞാനതങ്ങനെ പറയാനുള്ള കാരണം, പാട്ട് കേൾക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ നാടകം പറ്റുമോ, അതുപോലെ തന്നെ അന്യസ്ത്രീകളുടെ മുമ്പിലേക്ക് അന്യസ്ത്രീകൾക്ക് അന്യപുരുഷന്മാരെ കാണാൻ പറ്റുമോ? വലിയ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുകയാണപ്പോ, വലിയ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുക. അടച്ചുപൂട്ടി എവിടേക്കും പോണ്ടായിനി, പഠിക്കണ്ട, വായിക്കണ്ട, ഇരിക്കണ്ട, സ്വകാര്യമായിട്ട് അവരാന്റെ വീട്ടിലുള്ള ആളുകളോട് പോലും സംസാരിക്കാതെ മുഖം തിരിച്ചു നിൽക്കുന്ന വളരെ വല്ലാത്ത ഒരു കോലത്തിലേക്ക് കുടുംബാന്തരീക്ഷങ്ങൾ മുഴുവൻ, കുടുംബാന്തരീക്ഷം മുതൽ സാമൂഹികാന്തരീക്ഷത്തിനടക്കം ഇതൊക്കെ വെറുതെ വായിച്ചുണ്ടാക്കുന്ന പിരിമുറുക്ക. അള്ളാഹുവിന്റെ ദീൻ ഇത്രയും ഗുഡ്സായിട്ടില്ല ഒരിക്കലും. ഖുർആൻ തന്നെ വെച്ചിട്ട് ഒരിക്കലും അത്ര ഗുഡ്സല്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ശേബാരാജ്ഞി വരുന്നുണ്ടല്ലോ. സുലൈമാൻ നബിന് അന്യ പെണ്ണിനെ നബി നോക്കാൻ പാടുണ്ട്. അന്യ പെണ്ണാണല്ലോ ഈ ശേബാരാജ്ഞി. എന്നിട്ട് അവരൊപ്പം വരിക, എന്നിട്ട് രണ്ടാളും കൂടി ഒപ്പം പോവുക. രണ്ട് രാഷ്ട്രത്തിന്റെ നേതാക്കന്മാരാ. സുലൈമാൻ നബി രാഷ്ട്രത്തിന്റെ പ്രസിഡന്റാണ്, മറ്റേതോ രാഷ്ട്രത്തിന്റെ പ്രസിഡന്റാ. എന്നിട്ട് അവര് രണ്ടാളും കൂടി കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, അവര് വിവാഹം നിശ്ചിതമാക്കപ്പെട്ട ആളുകളും അല്ല. എന്നിട്ട് ഒരുമിച്ച് പോവുക. എന്നിട്ട് ഖുർആൻ ആ ചർച്ച വരെ നടത്തുന്നുണ്ട്. വെള്ളം കണ്ടപ്പോ അവര് പെടുകാന്ന് വിചാരിച്ചിട്ട് കാലായിരിക്കും. അതില് സുലൈമാൻ നബി പറഞ്ഞു കാല് പൊന്തിച്ചോ എന്ന് പറഞ്ഞു. ആ ഇട്ട ഉടുപ്പ് പൊന്തിച്ചു പിടിച്ചോ അല്ലെങ്കിൽ നനയും എന്നടക്കം പറയുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ആടിനെ വെച്ചുകൊണ്ടിരിക്കുമ്പോ ആ പെണ്ണുങ്ങൾക്ക് പണിയൊക്കെ എടുക്കാന്നുള്ളതിന്റെ തെളിവാണത്. അന്നത്തെ ഏറ്റവും വലിയ പണി ആടിനെ വെക്കലേ. ഇപ്പത്തെ പണി ആ മറ്റേ ആടിനെ വെക്കലല്ലോ കേട്ടോ. അതിന് നമ്മൾ ആരും തെറ്റിദ്ധരിച്ച് കൊടുക്കണ്ട. റസൂൽ ആടിനെ വെച്ചിരുന്നു, അതുകൊണ്ട് ആടിനെ വെക്കാൻ പണ്ട് സമ്പത്തിന്റെ പ്രതീകം കാലികളും കൃഷിയിടങ്ങളും. ആ കാലി അതിന് നമ്മൾക്ക് കിട്ടുന്ന പാടെന്താ? ഏത് പണിക്കും പെണ്ണിന് ശാരീരികവും മാനസികവും ആയ സുരക്ഷിതത്വവും അവൾക്ക് ആ ഇസ്സത്തും പ്രദാനം ചെയ്യുന്ന ഏത് വഴിയുണ്ടെങ്കിലും അവിടേക്കൊക്കെ അവൾക്ക് പോകാം. ഏത് പോലും. കാരണം ആ പെണ്ണുങ്ങള് ആടനെ വേക്കാൻ വന്നത് എന്നിട്ട് വെള്ളം കോരാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ ആണുങ്ങളെ തിരക്കാണ് അവിടെ. അപ്പൊ അന്യ ആണുങ്ങൾക്ക് നോടുത്ത് പെണ്ണുങ്ങൾ നിൽക്കാൻ പറ്റുമോ? എന്നിട്ട് ഖുർആൻ അത് കഥയായിട്ട് നമുക്ക് പറഞ്ഞു തരിക. എന്താ ഇതിന്റെയൊക്കെ പാഠം? എന്നിട്ട് മൂസാ നബി വന്നിട്ട് അവർക്ക് വെള്ളം, അപ്പോ മൂസാ നബി അന്യ പെണ്ണുങ്ങൾക്ക് വെള്ളം കോരി കൊടുക്കുമോ? അപ്പൊ ഭയങ്കര കൊലുമാലുണ്ടാണ്ടല്ലേ. എന്നിട്ട് ആ പെണ്ണുങ്ങളെ വാപ്പാന്റെ അടുത്ത് എന്ന് പറയുന്നു, വാപ്പ അവരെ വിളിപ്പിക്കുന്നു. എന്നിട്ട് മൂസാ നബിനെ അവരെ കൊണ്ടുപോവാണ്. അപ്പൊ അന്യ പെണ്ണുങ്ങൾ മൂസാ നബിന്റെ കൂടെ പോവുക. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാവർക്കും എവിടേക്കും എങ്ങനെയും പോവാം എന്നുള്ളതല്ല, മറിച്ച് പോകാമെങ്കിൽ പോവാം. അതിന്റെ വിശുദ്ധിയും അതിന്റെ നീയത്തും അതിന്റെ ഇഖ്ലാസും അതിന്റെ മറകളും പാലിച്ചുകൊണ്ട് ഖുർആൻ എവിടെയും നടന്നു നിന്നിട്ടില്ല എന്ന് മാത്രമല്ല, അവസാനം നമ്മൾ കാണുന്നുണ്ടല്ലോ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിക്ക് മറ്റേ അബസീരിയക്കാരെ കുന്തമേറ് പരിശോധിക്കുകയാണ്, കുന്തമേറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണാം. അത് അന്യപുരുഷന്മാരല്ലേ? അന്യപുരുഷന്മാരെ പെണ്ണുങ്ങൾ കാണാൻ പാടുണ്ടോ? ടെലിവിഷനിൽ കാണുന്ന അന്യപുരുഷന്മാരല്ലേ? അപ്പൊ അതിനെ നോക്കാൻ പറ്റുമോ? കാണുന്നത് അന്യ പെണ്ണുങ്ങളില്ല, അതിനെ നോക്കാം. പിറ്റേടപ്പ് ചോദ്യം, പോസ്റ്ററിൽ കാണുന്ന അന്യ പെണ്ണല്ലേ? പോട്ടെ, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്യപുരുഷന്മാര് ഈ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആയിഷ ബീവി വന്നിട്ട് കാണുന്നു. ഇതേ പറഞ്ഞതിന്റെ അർത്ഥം നബി കാണിച്ചു കൊടുക്കാൻ പാടുണ്ടോ? അതേ നബി എന്നെ ചിലയിടത്ത് പറഞ്ഞിട്ടുണ്ട്, കണ്ണ് താട്ടണം. കണ്ണിൽ കാണാത്ത അബ്ദുല്ലാഹി ഇബ്നു ഒത്തു വന്നപ്പോ നോക്കിക്കുമ്പോൾ പറഞ്ഞു നിങ്ങള് നോക്കിക്കാൻ പാടില്ല. രണ്ടും കൂടി രണ്ടിന്റേതായ പ്രാധാന്യത്തോടെ നമ്മൾ കാണണം. എല്ലാം കാണാം, എന്തും കാണാം, എങ്ങനെയും കാണുക എന്നുള്ളതല്ല. ആവശ്യമെങ്കിൽ, അത്യാവശ്യമെങ്കിൽ, ഗുണകരമാണെങ്കിൽ, സാമൂഹികവും മൂല്യപരവുമാണെങ്കിൽ അത് പക്ഷേ നിർണയിക്കപ്പെടണം ഇഖ്ലാസോടുകൂടി, നല്ല മനസ്സോടുകൂടി. നബി തിരുമേനി കാണിച്ചു കൊടുത്തു ആയിഷ ബീവിക്ക്. അതിലൊക്കെ വല്ല പ്രശ്നമുണ്ടോ? പാട്ട് കേൾക്കാൻ പറ്റുമോ?
പാട്ട് കേൾക്കാൻ പറ്റില്ലെങ്കിൽ ഖുർആൻ തന്നെ എത്ര ട്യൂണിലാവുക നമ്മൾ ഞാൻ എളുപ്പം മനസ്സിലാവാനാ പറയണത്. ഖുർആൻ തന്നെ എന്തിനാ ഖുർആൻ അങ്ങനെ ഓതേണ്ട കാര്യം വായിച്ചാൽ പോരെ? ഖുർആൻ സത്യമല്ലേ? സത്യമായ ഒരു കാര്യം എത്ര ട്യൂണൊക്കെ ഒപ്പിച്ച് ശൈലിയൊക്കെ ഒപ്പിച്ച് പ്രാസൊപ്പിച്ചിട്ടൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? മനുഷ്യനെ പരിഗണിക്കുന്നു അല്ല. അതുകൊണ്ട് ആ ഖുർആൻ, അതിന്റെ താളം, അതിന്റെ പാരായണം, അതിന്റെ ക്രമങ്ങൾ ഒക്കെ എടുത്ത് പരിശോധിച്ചു നോക്ക് നിങ്ങൾ. വ്യക്തികളെയും സമൂഹങ്ങളെയും ഒക്കെ ആകർഷിക്കുന്ന ഒരു കലാപരത, ഒരു കാൽപ്പനികത, അതിന്റെ സാഹിത്യ ഭംഗി. എന്തിനാണ് അല്ല അങ്ങനെയൊക്കെ കൊടുക്കേണ്ട കാര്യം? പരുക്കനായിട്ടാണ് പറഞ്ഞാൽ പോലെ. സത്യം സത്യമാണ് എങ്ങനെ പറഞ്ഞാലും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രയോഗങ്ങൾ, അതിന്റെ താളവും മേളവും ഒക്കെ വളരെ ഭംഗിയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലടക്കം നബി വരുമ്പോ സ്വലാത്തുൽ ബദർ, അപ്പൊ എല്ലാവരും ആ ട്യൂണിൽ മാത്രമേ പാടാൻ പാടുള്ളൂ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ആകെ ഒരു പാട്ട്, ഏത് പാട്ടും പാടാം, പക്ഷെ പാട്ട് നന്മയ്ക്ക് വേണ്ടിയാവണം, പാടുന്നത് നല്ലതാവണം, കേൾക്കുന്നവന് നല്ലതായിട്ട് തോന്നണം. അതിന്റെ മ്യൂസിക് സിസ്റ്റം അല്ല, അതും നന്നായിക്കോട്ടെ. മുട്ടാൻ പാടില്ല, പൊട്ടാൻ പാട്. വെറുതെ വഹറത്തുൽ ഖയ്യിനാത്ത് വൽ മആദിൻ, നർത്തകിമാരും സംഗീതോപകരണങ്ങളും ഒക്കെ പെരുകും. അതൊരു ഭാഗത്ത്. അത് മാത്രമല്ലല്ലോ, പള്ളി പെരുകുമെന്ന് പറഞ്ഞിട്ടുണ്ട് റസൂല്, കിണർ പെരുകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സംഘടനകളൊന്നും പള്ളി ഉണ്ടാക്കാൻ നിർത്തിയിട്ടില്ലല്ലോ. എന്നാ പിന്നെ അതും നിർത്തണ്ടേ എന്നതുപോലെ അത് വേറെ സംഗതിയാണ് ആ പറഞ്ഞത്. വഹറത്തുൽ ഖയ്യിനാത്ത് വൽ മആദിൻ, അശ്ലീലതകളും അനാശാസ്യ പ്രവണതകളും ഒക്കെ പെരുകി. അതിനെ ആ ഭാഗത്ത് നമ്മൾ കാണണം. അതിനെക്കുറിച്ചല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നല്ലതാണെങ്കിൽ, നല്ല രീതിയിലാണെങ്കിൽ കാണുകയും കേൾക്കുകയും ഒക്കെ ആവാം. അപ്പൊ അവിടുന്നൊക്കെ പോവാണ്. വളരെ പരുക്കനായ ഒരു സാധനം ഇസ്ലാമിക സംഘടനകളിൽ അറിഞ്ഞോ അറിയാതെയോ ചുട്ടെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അവസാനം അവര് പോവുക. മരുഭൂമിയിലാണ് ആടിനെ മേച്ച്, അതുകൊണ്ട് ബടി മേക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് മരുഭൂമിക്ക്. ഇനിയിപ്പോ ആടിനെ മേക്കാൻ പറ്റുമോ? ഒട്ടകത്തിനെ കൊണ്ടുവരും. ആ ഒരു കോലത്തിൽ ഇങ്ങനെ തെറ്റ ആ സന്ദർഭത്തിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിന് കൃത്യമായ ഉന്നങ്ങളുണ്ട്, വളരെ മനോഹരമായ മർമ്മങ്ങളുണ്ട്. അതിനെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് കൊണ്ടുവന്ന് വായിക്കാനും പഠിക്കാനും നിന്നാൽ എവിടേക്കായിരിക്കും ഈ ഉമ്മത്ത് പോവുക? വേഷവിധാനങ്ങൾ, മുസ്ലിം സമുദായത്തിന് ഒരു യൂണിഫോം ഒരിക്കലും ആവശ്യമില്ല. ഞാൻ അവസാനിപ്പിക്കുന്നത് കൂടി പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഇസ്ലാം വളരെ മനോഹരമായി, വളരെ സന്തുലിതമായി നമ്മുടെ കയ്യിലേൽപ്പിച്ചിട്ടുള്ള ഈ ആശയത്തെ, ദർശനത്തെ നമ്മളൊക്കെ തന്നെ അറിയാതെ ഒരാൾക്ക് അലൈഹിം വളരെ പരുക്കനായ ആർക്കും ഇതിലേക്കിടെ വരാൻ പറ്റൂല. വരിഞ്ഞ് കെട്ടി മുറുക്കി വളരെ ഭാരം പിടിച്ച കൈകാര്യം ചെയ്യാനും മുന്നോട്ട് പോവാനും അതുപോലെ തന്നെ അതിൽ നിലനിൽക്കലുമൊക്കെ വളരെ ഭാരിച്ച സംഗതിയാണ് എന്ന് തോന്നുമാറുള്ള ഒരു സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം വളരെ എളുപ്പമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ എളുപ്പമാക്കിയിരിക്കുന്നു. ആശയത്തിനാണ് മർമ്മവും ആ ധർമ്മവും ഒക്കെ ഉള്ളത്. അതേസമയം അതിന്റെ അനുഷ്ഠാനങ്ങളും അതിന്റെ കർമ്മങ്ങളും വളരെ ലളിതമാണ്, വളരെ മനോഹരമാണ്, ആർക്കും എവിടെയും എപ്പോഴും നൽകാൻ പറ്റുന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിലാണ് ഇസ്ലാമിക പ്രസ്ഥാനം ഇസ്ലാമിലെയും ഇസ്ലാമിന്റെ ദർശനത്തെയും അതുമായി ബന്ധപ്പെട്ട ഓരോ സംവിധാനങ്ങളെയും ഇസ്ലാം ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുന്നതും അവതരിപ്പിക്കുന്നതും ആ സ്വഭാവത്തിലാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ പരിശോധിക്കൂ നിങ്ങൾ. വളരെ മിതത്വമാർന്ന വർഗീയമായ, സാമുദായികമായ, ജാതീയമായ, സംഘടനാപരമായ ഒരു പക്ഷപാതിത്വങ്ങളും നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയിൽ കാണാൻ കഴിയില്ല. മുസ്ലിം സമുദായത്തിൽ നിന്ന് വർഗീയ നിലപാടുകളിലേക്ക്, സാമുദായിക നിലപാടുകളിലേക്ക് കാലുകുത്തുന്നവരുണ്ട്. അവസാനം പറഞ്ഞു അതൊരു നെടൽ യുദ്ധം, അതിന് നമ്മൾ അങ്ങനെ എടുക്കേണ്ട കാര്യം. ISIS RSS എന്ന് പറഞ്ഞാല് കോർപ്പറേറ്റ് ടെററിസവും ലോകത്തെ സൈനിക ഭീകരതയും കൂടി ചുട്ടെടുത്തിട്ടുള്ള ഒരു സാധന. അതിന് ഒരു ദർശനങ്ങളായിട്ട് ഒരു ബന്ധമില്ല, പൊളിറ്റിക്കൽ താല്പര്യങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാ. അതിന്റെ മറവിലും ചെലവിലും നിന്നുകൊണ്ട് ഇസ്ലാമിനെയും ഇസ്ലാമിക സമൂഹത്തിനെയും നിഴലിയുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ മലപ്പുറം സ്ഫോടനം മുതൽ ഭീകരതയടക്കമുള്ള പലതും ഇറക്കുമതി ചെയ്തുകൊണ്ട് വല്ലാത്തൊരു അന്തരീക്ഷം ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മുസ്ലിം സംഘടനകൾ, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വർഗീയമായി ചിന്തിക്കുന്നവർ, സാമുദായികമായി ചിന്തിക്കുന്നവർ, തീവ്രപരമായി ചിന്തിക്കുന്നവർ, വഴിവിട്ട രീതികൾ സ്വീകരിക്കുന്നവർ, കൊല്ലാനും തല്ലാനും ഒക്കെ പഠിപ്പിക്കുന്നവർ, നമുക്ക് ജമാഅത്തെ ഇസ്ലാമിയെ പഠിക്കാം. ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്നലകളിൽ, ഇന്ന് വർത്തമാനകാലത്ത് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകന്മാർ ജമാഅത്തിനെ കുറിച്ച് ഭയങ്കര ആരോപണം. ഇവരാണ് ടെററിസ്റ്റുകൾ, മാസ്റ്റർ ബ്രെയിൻ, ഇവരാണൊക്കെ ചുട്ടെടുക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കാര് ആരും ഇതിലൊന്നും കുടുങ്ങിയിട്ടില്ല. ഒരു എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ പറയും, വർഗീയ കലാപം, സാമുദായിക കലാപം, കൊലപാതകം, രാഷ്ട്രീയ സംഘടന, മതസംഘടനം, മാഷികിട്ടുകാരൻ ഞങ്ങൾക്ക് കാണൂല. എന്നിട്ട് പറയണത് ജമാഅത്തെ ഇസ്ലാമിക്കാര് പറഞ്ഞ് നമ്മളാകാത്തത് നമ്മളല്ലാത്തോലാവുക. നമ്മളെ വായിച്ചിട്ടില്ല നിങ്ങൾ.
ഞങ്ങൾക്ക് പറയാനുള്ള ജമാഅത്തെ ഇസ്ലാമിയെ വായിക്കും. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്ന പുസ്തകം വളരെ അപകടകരമാണ്. അത് വായിച്ചാൽ ഹിന്ദുവിനെ കൊല്ലാൻ തോന്നും, ക്രിസ്ത്യാനികളെ കൊല്ലാൻ തോന്നും, സുന്നികളെ കൊല്ലാൻ തോന്നും, തബ്ലീഗുകാരെ കൊല്ലാൻ തോന്നും, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ കൊല്ലാൻ തോന്നും, അറബികളെ കൊല്ലാൻ തോന്നും. അങ്ങനെ കൊല്ലാൻ തോന്നുന്ന ഒരു പുസ്തകമാണെങ്കിൽ അത് വളരെ അപകടകരമാണ്. ഏതാണ് ആ പുസ്തകം? നിങ്ങളൊന്ന് കൊണ്ടുപോവാ. അൽ ജിഹാദ് ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ ജിഹാദ് അന്യായമായിട്ട് മനുഷ്യരെ കൊല്ലുന്നതല്ല ജിഹാദ് എന്ന് സ്ഥാപിക്കുന്നതാണ് ആ പുസ്തകം. അതിന് പകരം അത് വായിക്കാതെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് ആ പുസ്തകത്തിൽ എല്ലാം എവിടെ അങ്ങനെ പറഞ്ഞില്ല. അതേ ആ പുസ്തകത്തിന് മാത്രമല്ല, ഖുർആൻ നിങ്ങൾ അങ്ങനെ ചാർത്തിയ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. കാണുന്നിടത്ത് വെച്ച് തലവെട്ടണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് യുദ്ധരംഗത്തുള്ള ആയത്തെടുത്തിട്ട് ജനങ്ങളോട് ഓതിയിട്ട് നമ്മൾ പറയാ സത്യനിഷേധി കാഫിറെ കണ്ടാ തല കാഫർ ആരാ? അതും വലിയ പ്രശ്ന. ഹിന്ദു കാഫർ, ക്രിസ്ത്യാനിയ കാഫർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതക്കാരനും ജാതിക്കാരനാണോ കാഫർ? ആരാണ് കാഫർ? ഹംസനാണ് കാഫർ, നമ്രൂദാണ് കാഫർ, ഹാജറാണ് കാഫർ, ഹാമാനാണ് കാഫർ, അബൂലഹബാണ് കാഫർ എന്ന് പറഞ്ഞാൽ വളരെ അപകടകരമായ അല്ലാതെ ഒരു ജാതി മത വർഗ സമുദായവുമായി ബന്ധപ്പെട്ടതല്ല എന്നതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ സാഹിത്യങ്ങൾ വളരെ അപകടകരമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ വായിച്ചു. ഞങ്ങൾക്ക് ധൈര്യം. ജമാഅത്തെ ഇസ്ലാമി വളരെ വിശാലമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങി വരാൻ, എല്ലാ വീട്ടിലും ഇറങ്ങി എല്ലാ വ്യക്തികളെയും കണ്ട് സംസാരിക്കും. ഇപ്പൊ പിന്നെ കുറച്ച് പ്രശ്നമുണ്ട്. പണ്ടത്തെ മാതിരില്ല. ഇപ്പൊ ചോദിക്കും ഏതാ മതം, ഏതാ സംഘടന, ഏതാ ഇന്ന് ഇറങ്ങിപ്പോന്നൊക്കെ ചിലപ്പോൾ പറയും. കാരണം കേരളത്തിലടക്കം അങ്ങനെ ഒരു അന്തരീക്ഷം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതില്ലെങ്കിൽ നമുക്ക് സംസാരിക്കാം, നമുക്ക് പറയാം. ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലുള്ളത് വളരെ അപകടകരമായ ഒരു സാധനമാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി എങ്ങനെ നിങ്ങളുടെ വീട്ടിൽ വരും, നിങ്ങളുടെ മുന്നിൽ വരും, നിങ്ങളോട് എങ്ങനെ സംസാരിക്കും? ജമാഅത്തെ ഇസ്ലാമിക്ക് വളരെ ധൈര്യമാണ്. ഏത് വീട്ടിലും ആരോടും, ഏത് സംഘടനയോടും, ഏത് സമൂഹത്തോടും ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സംവാദം നടത്താൻ, ചർച്ച ചെയ്യാൻ, സൗഹൃദ ഭാഷണം നടത്താൻ, പരസ്പരം ഒരുമിച്ചിരിക്കാൻ അസാമാന്യമായ ധൈര്യം കാണിക്കുന്ന കേരളത്തിലെ അപൂർവ പ്രസ്ഥാനങ്ങളിലൊന്ന് ജമാഅത്തെ ഇസ്ലാമി. നിങ്ങൾക്ക് ബാക്കി പഠിക്കാൻ ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാം ഒരു ഭാഗത്ത് എല്ലാ ദർശനങ്ങളുടെയും പൂർത്തീകരണമാണെങ്കിൽ ആ ദർശനത്തെ വർത്തമാനകാലത്തിന്റെ പ്രതിസന്ധിയിൽ മുതലാളിത്തവും ക്യാപിറ്റലിസവും നാഷണലിസവും അതുപോലെയുള്ള വമ്പിച്ച മനുഷ്യനിർമ്മിത ദേഹേച്ഛ പ്രസ്ഥാനങ്ങൾ മനുഷ്യരെയും അവന്റെ സമൂഹത്തെയും അവന്റെ രാഷ്ട്രങ്ങളെയും അടിമുടി പിഴുതെറിയുന്ന കാപട്യങ്ങളും കള്ളത്തരങ്ങളുമായി നമ്മളുടെ മുകളിൽ പെയ്തിറങ്ങുന്ന ഒരു സന്ദർഭത്തിൽ ആ അള്ളാഹുവിന്റെ ദീനിനെ സൗമ്യതയോടെ, സഹിഷ്ണുതയോടെ, സൗഹാർദ്ദത്തോടെ, സാഹോദര്യത്തോടെ, ജനകീയമായി, മാനവികമായി, ജനാധിപത്യപരമായി മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കണം. സ്വയം കുരുങ്ങി ദീന് കുടുസായി ആർക്കും ഏറ്റെടുക്കാൻ കഴിയാത്ത വണ്ണമുള്ള വലിയ ആഴങ്ങളിലേക്ക് ഈ ദീനിനെ കൊണ്ടുപോയി അവതരിപ്പിക്കുന്നതിന് പകരം അതിന്റെ ലാളിത്യവും അതിന്റെ വിശുദ്ധിയും അതിന്റെ എളുപ്പവും മനുഷ്യലോകത്തിന് കൈമാറിക്കൊണ്ട് ഒരു രംഗത്തും, ആത്മീയ രംഗത്തും ആയുധ രംഗത്തും ആധുനിക വിഷയങ്ങളിലും ഒന്നിലും ഏറ്റക്കുറച്ചിലുകളില്ലാതെ വളരെ സൗമ്യമായി, വളരെ മനോഹരമായി, സന്തുലിതമായി പറയുന്ന ഒരു ദർശനമാണ് ഇസ്ലാം എന്ന് വർത്തമാനകാല ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്വഭാവത്തിലേക്ക് മുന്നേറാനും വികസിക്കാനും പരസ്പരം പങ്കുവെക്കാനും ജമാഅത്തെ ഇസ്ലാമിയുടെ വരാനിരിക്കുന്ന സമ്മേളനവും അതിന്റെ അനുബന്ധ പ്രവർത്തനങ്ങളും കൊണ്ട് നമുക്കും നമ്മുടെ സമൂഹത്തിനും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവർക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ ഹൃദയവും സ്നേഹോഷ്മളവുമായ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.